നമസ്കാരം. CPM-ലെ ബ്രൂവറി വാദികൾക്ക് കനത്ത പ്രഹരമേറ്റ ദിനമാണ് ഇന്ന്. പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് രേഖ പുറത്തുവിട്ടു. CPI മുഖപത്രം സത്യൻ മൊകേരി എഴുതിയ ബ്രൂവറി വിരുദ്ധ ലേഖനം പ്രസിദ്ധീകരിച്ചു. ഹാലിളകിയ MP രാജേഷ് മാധ്യമങ്ങളെ കണ്ടു. രാജേഷിന്റെ വിശദീകരണം കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഇതുവരെ എക്സൈസ്, തദ്ദേശം തുടങ്ങിയ വകുപ്പുകളാണ് മന്ത്രിക്കുള്ളത് എന്നാണ് കരുതിയത്. എന്നാൽ ഒയാസിസ് എന്നൊരു വകുപ്പുണ്ടെന്നും അതിന് മാത്രമായി ഒരു മന്ത്രിയുണ്ടെന്നും ഇന്ന് വ്യക്തമായി. സ്വന്തം ജില്ലയിൽ മഴ കുറവാണെങ്കിലും കണക്കുകളുടെ പെരുമഴയാണ് പ്രിയപ്പെട്ട ഒയാസിസിന് വേണ്ടി മന്ത്രി ഇന്ന് പെയ്യിച്ചത്. ടെൻഡർ വാദം പൊളിഞ്ഞു, അഴിമതിവാദം പൊളിഞ്ഞു. ഇനിയിപ്പോൾ ഘടകകക്ഷികളെ ചാരിയാണ് പുതിയ യുദ്ധമെന്ന് പ്രതിപക്ഷത്തെയും പരിഹസിച്ചു. എന്തായാലും CPI-യുടെ കടും വെട്ട് ഏറ്റിരിക്കുന്നു. എത്ര വട്ടം വേണമെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഇന്ന് പറയേണ്ടി വന്ന MV ഗോവിന്ദന്റെ ശബ്ദത്തിനും പഴയ കാർക്കശ്യമില്ല. അങ്ങനെ മുടന്തിയായാലും വെളിയത്തിന്റെയും ചന്ദ്രപ്പന്റെയും പിന്നെ ആദ്യകാല കാനത്തിന്റെയും ഉശിര് CPI വീണ്ടെടുക്കുകയാണ്. CPI-യുടെ നിലപാടറിയാൻ താല്പര്യമുണ്ടെന്ന ചെന്നിത്തലയുടെ അസ്ത്രം കൊള്ളേണ്ടിടത്തു കൊണ്ടു. അതിനി ദുരുദ്ദേശ്യങ്ങളോടെ നീങ്ങുന്ന ആരുടെയൊക്കെ മാറ് തകർക്കും. ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. CPI വെട്ടിലാക്കിയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, രാഷ്ട്രീയ നിരീക്ഷകരായ ജോസഫ് C മാത്യു, BN ഹസ്കർ എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ ജോസഫ് C മാത്യു, ഇന്നിപ്പോൾ MP രാജേഷിന്റെ ഏതാണ്ട് 3/4 മണിക്കൂറോളം വരുന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു വിജയിയെ പോലെ ആനന്ദിച്ച ഘട്ടം എന്നത് അങ്ങേക്കറിയുന്നത് പോലെ ഈ ക്യാബിനറ്റ് നോട്ടിന്റെ രഹസ്യം എന്ന് പറയുന്ന ഒന്നില്ല, എല്ലാം സുതാര്യം. പക്ഷേ ആ കാര്യങ്ങൾ ഇന്നലെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട പരിഹാസ്യനായി 13 ദിവസമായി പൊതുമണ്ഡലത്തിലുള്ളതാണ് ഈ വിവരങ്ങളെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതൊരു പിഴവായിരുന്നോ സതീശന്? വേണു, ഇത് എല്ലാ ക്യാബിനറ്റ് നോട്ടും അങ്ങനെ നമുക്ക് സാധാരണ പുറത്ത് കിട്ടാറില്ല എന്ന് നമുക്കറിയാം. ഇത് പുറത്തു വന്നോ, ഇത് VD സതീശനാണോ പുറത്തു വിട്ടത്, അതോ പുറത്ത് അതിനു മുമ്പേ വന്നതാണോ എന്നുള്ളതൊന്നും എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞുകൂടാ. അത് തന്നെയല്ല, അതിലെന്തെങ്കിലും പുതുമയുള്ളതായിട്ട് എനിക്കൊട്ട് തോന്നിയുമില്ല ഈ ക്യാബിനറ്റ് നോട്ടിൽ. എൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ കുറേ നാളായിട്ട് LDF നടക്കുന്നത്, ഇപ്പോൾ അത് മന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതൊക്കെ ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം സംബന്ധിച്ച് അത് ശരിയാണ്. പക്ഷേ നമുക്കറിയാവുന്ന കാര്യം, കേരളത്തിലെ ജനങ്ങൾ ഭൂരിപക്ഷം നൽകിയിരിക്കുന്നത് LDF-നാണ്. LDF എന്ന് പറയുന്ന ഒരു കോയിലേഷനാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നയരൂപീകരണ സമിതി എന്ന് പറയുന്നത് LDF-ആണ്. ഇപ്പോൾ പല കാര്യങ്ങളും LDF-ൽ ചർച്ച ചെയ്യുന്നില്ല. അവിടെ ചർച്ച ചെയ്താൽ മാറ്റം ഉണ്ടാവും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതാണ് നടക്കേണ്ട കാര്യം. അപ്പോൾ ഇതിൻ്റെ ക്രമം തെറ്റിച്ചാണ് ഇത് വരുന്നതെന്നുള്ള കാര്യം ഇപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. പഞ്ചായത്ത് അറിയുന്നില്ല, LDF അറിയുന്നില്ല. ഇതൊക്കെ ചില കിച്ചൺ ക്യാബിനറ്റുകളിൽ തീരുമാനിച്ച് നിയമമാക്കപ്പെടുന്നത് ശേഷം, ഓർഡർ ഇറങ്ങിയ ശേഷമാണ് LDF-ലെ ചർച്ചയെക്കുറിച്ച് ഘടകകക്ഷികൾ അറിയുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ കക്ഷിയുടെ പ്രതിനിധികളും മന്ത്രിയായിട്ടില്ലേ എന്നൊക്കെയുള്ള ചോദ്യം പ്രസക്തമാണ്. പക്ഷേ ഇതാണ് നടക്കുന്നതെന്ന് ഇപ്പോൾ ഒന്നിലധികം തവണ കേരളത്തിലെ LDF-നുള്ളിൽ നിന്ന് തന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വിഷയത്തിൽ നമ്മൾ വർഗീസ് ജോർജ് സാറും ഒക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇത് ഒന്നിലധികം തവണ ഇതിങ്ങനെ ഈ സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. നയരൂപീകരണ സമിതി ചർച്ച ചെയ്യാതെ ഇത്തരം ഗുരുതരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ സാങ്കേതികത്വം ഇവർ പറയട്ടെ. മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലെ പ്രധാനപ്പെട്ട കാര്യം, ഇത് മഴവെള്ളം പിടിച്ച് നടപ്പിലാക്കും, ഗ്രൗണ്ട് വാട്ടറിൽ തൊടില്ല എന്നാണ്. എന്തൊരു തമാശയാണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മഴവെള്ളം എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഘടകമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? താഴത്തെ ഗ്രൗണ്ട് വാട്ടറിനെ റിപ്ലനിഷ് ചെയ്യുന്ന, അതിനെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ മഴവെള്ളം ഒഴുകി ഡോണ്ട് അലൗ റെയിൻ വാട്ടർ ടു റൺ ബട്ട് അലൗ ഇറ്റ് ടു വാക്ക് എന്ന് പറയാറുണ്ട്.
അപ്പോൾ ആ പ്രദേശത്ത് കൂടുതൽ വെള്ളം ചാർജ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നേരം കുറച്ചുകൂടെ മന്ദമായി നടക്കാൻ അനുവദിക്കുന്ന രീതിയിൽ ഗ്രൗണ്ട് വാട്ടറിനെ റിപ്ലെനിഷ് ചെയ്യുന്ന റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇതൊരു ബോട്ട്ലിംഗ് യൂണിറ്റാണ്. എന്ന് പറഞ്ഞാൽ കുടിവെള്ളം അവിടെ നിന്ന് കടത്തുന്ന, കുടിവെള്ളത്തെ ഒരു പ്രധാന റോ മെറ്റീരിയലാക്കി മാറ്റിയിരിക്കുന്ന ഒരു വ്യവസായമാണ് ഈ മഴനിഴൽ പ്രദേശത്തേക്ക് വരുന്നത്. അദ്ദേഹം പറയുന്നത് മഴനിഴൽ പ്രദേശമായിട്ടും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തുന്ന കുളങ്ങളിൽ ദാണ്ട് അല്പം വെള്ളമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്, അഹല്യ പോലത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തുന്നുണ്ട്, പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അങ്ങനെ മഴവെള്ള സംഭരണികളിലൂടെ ഗ്രൗണ്ട് വാട്ടറിനെ റിപ്ലെനിഷ് ചെയ്യാനായി അവർ, പ്രത്യേകിച്ചും ഈ കണക്കുകളുമായി ബന്ധപ്പെട്ടൊക്കെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്നൊരു വാദഗതി എം പി രാജേഷ് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അങ്ങേ ഓർപ്പിക്കുകയാണ്. 24 കോടി ലിറ്റർ മഴവെള്ളം ഈ അഹല്യ ക്യാമ്പസിൽ സംഭരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ കപ്പാസിറ്റിയാണ് വേണു, അതാണ് അതെന്റെ ടോട്ടൽ കപ്പാസിറ്റിയാണോ പറയുന്നത്? മന്ത്രി പറഞ്ഞ വാചകം ടോട്ടൽ കപ്പാസിറ്റി 24 കോടി ലിറ്റർ മഴവെള്ളം സംഭരിച്ച സ്ഥലമുണ്ട്, അവിടേക്ക് 17-ാം തീയതി നമ്മൾ പോകുന്നുണ്ടല്ലോ. അല്ലാതെ അതിന്റെ സംഭരണ ശേഷിയെ പറ്റിയല്ല പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പറഞ്ഞത്. അങ്ങ് തുടർന്നോളൂ. അതെ തന്നെ, അല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ കേട്ടു. അതിനുശേഷം ഈ അഹല്യ പ്രോജക്റ്റ് റിപ്പോർട്ട് എടുത്ത് അവിടുത്തെ ചിത്രങ്ങളും എല്ലാം സഹിതം വിശദമായി ഞാൻ പരിശോധിക്കുകയും ചെയ്തു. നിങ്ങൾക്കും പരിശോധിക്കാവുന്നതാണ്, അത് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. അതിൻ്റെ കപ്പാസിറ്റി അത്രയുമാണ്, അത് ഞാൻ സമ്മതിച്ചു. അതിൻ്റെ അർത്ഥം മുഴുവൻ നേരവും അത് തുളുമ്പിക്കിടക്കുന്നു എന്നല്ല. ഇനി പോട്ടെ, ഞാൻ പറയുന്നത് അത് എന്തിനാണ് ഇത് ആ പ്രദേശത്ത് അത് ചെയ്യാൻ നിർബന്ധിതമാകുന്നതിൻ്റെ സാഹചര്യം എന്താണ്? 6000-ലധികം അംഗീകൃത ബോർവെല്ലുകളുള്ള പഞ്ചായത്താണ് എലപ്പുള്ളി പഞ്ചായത്ത്. ഈ പറയുന്ന എം പി രാജേഷ് MP ഇലക്ഷന് മത്സരിച്ച് പരാജയപ്പെട്ട ശേഷം, ശ്രീകണ്ഠനോട് പരാജയപ്പെട്ട ശേഷം അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്, ഈവൻ സം ഓഫ് മൈ പ്രോജക്ട്സ് ഹാഡ് ടു ബി അബണ്ടന്റ് ഡ്യൂ ടു ഡിപ്ലീറ്റിംഗ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്. There are places where no water was found even after digging up to 3 wells. എന്നിട്ട് റെയിൻ വാട്ടറും മറ്റ് കാര്യങ്ങളിലൂടെ നമ്മളിത് ചെയ്യണം. 3 കിണർ വരെ കുഴിച്ചിട്ട് വെള്ളം കിട്ടാത്ത സ്ഥലമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് ഞാൻ വിഭാവനം ചെയ്ത പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നും MP ഇലക്ഷന് പരാജയപ്പെട്ട ശേഷം അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. അപ്പം അദ്ദേഹത്തിന് ഇത് അറിയാൻ വയ്യാത്തതല്ല, അദ്ദേഹത്തിന് ഇത് പ്ലാച്ചിമടയുടെ കാലം മുതൽ വളരെ നന്നായിട്ട് അറിയാം. എനിക്കത് നല്ല വ്യക്തിപരമായും ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു ജലക്ഷാമം നേരിടുന്ന പ്രദേശമാണെന്നുള്ളതും അവിടുത്തെ ജലക്ഷാമത്തിന് പരിഹാരം കാണാനായി അവിടെ മഴവെള്ള സംഭരണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഞ്ചായത്തും മറ്റ് പലരും പരീക്ഷിക്കുന്നുണ്ടെന്നും എന്നിരുന്നാലും 6000-ലധികം അംഗീകൃതമായിട്ടുള്ള ബോർവെല്ലുകൾ തന്നെയുള്ള ഒരു പഞ്ചായത്താണെന്നും ഇതൊരു മഴനിഴൽ പ്രദേശമാണെന്നും എല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ചുകൂടെ തർക്കമില്ല. കൂടുതൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉണ്ടാവണം. പക്ഷേ ഇത് ഹാർവെസ്റ്റിംഗ് അല്ല, ഇത് റെയിൻ വാട്ടർ കളക്ട് ചെയ്തിട്ട് കുപ്പിയിലാക്കി അവിടെ നിന്ന് കൊണ്ടുപോകുന്ന പദ്ധതിയാണ്. അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുവരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഉള്ള വെള്ളം കടത്തിക്കൊണ്ട് പോകുന്ന ഒരു പദ്ധതി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വേണം. നിങ്ങൾ മഹാരാഷ്ട്രയിൽ ഇതുപോലത്തെ വെള്ളം പ്രധാന റോ മെറ്റീരിയലാക്കിയിരിക്കുന്ന വ്യവസായങ്ങൾക്ക്, ബോട്ട്ലിംഗ് പ്ലാന്റുകൾക്ക്, ഇതുപോലത്തെ കാര്യങ്ങൾക്ക് സാധാരണ ഉള്ളവരുടെ വെള്ളക്കരത്തിനേക്കാൾ 25 മടങ്ങ് വെള്ളക്കരം ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ വാട്ടർ എന്ന് പറയുന്നതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം അതാണ്. UDFൻ്റെ കാലത്ത് 10 MLD വെള്ളം കൊടുക്കാം ഇൻഡസ്ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രിക്ക് വെള്ളം കൊടുക്കേണ്ടി വരും, ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവർക്ക് കുടിക്കാനും വെള്ളം കൊടുക്കേണ്ടി വരും. പക്ഷേ വെള്ളം പ്രധാനപ്പെട്ട റോ മെറ്റീരിയലായി കുപ്പിയിലാക്കി കടത്തുന്ന ഒരു വ്യവസായത്തെ, ആ വ്യവസായത്തിൻ്റെ അകത്ത് ചേർക്കുന്നത് കൊക്കക്കോളയുടെ കെമിക്കലായാലും കൊള്ളാം, മദ്യത്തിൻ്റെ കെമിക്കലായാലും കൊള്ളാം, അവിടുത്തെ കുടിവെള്ളത്തെ ഡിപ്ലീറ്റ് ചെയ്യുന്ന ഒരു വ്യവസായത്തെ ഈ മഴനിഴൽ പ്രദേശത്ത് കൊണ്ടൊന്ന് കുടിയിരുത്തുന്നതിനെ എങ്ങനെയാണ് ഇവർക്കൊക്കെ ന്യായീകരിക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതിൽ സതീശൻ്റെ വ്യാകരണ പിശകോ സതീശൻ പുറത്തുവിട്ടത് ഇന്നലെ തലേദിവസമേ വന്ന കാര്യമാണെന്ന് പറയുന്നതോ ഒന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കോ എലപ്പുള്ളിയിലെ ജനങ്ങൾക്കോ ഈ വെള്ളത്തിൻ്റെ രാഷ്ട്രീയം നമ്മളെ പഠിപ്പിച്ച ഈ പാർട്ടിക്കോ മറുപടി പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. മഴയുടെ ഉടമയാര് എന്ന് പറഞ്ഞ് VS അച്യുതാനന്ദൻ എഴുതിയ ഒരു ലേഖനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ലേഖന സമാഹാരത്തിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കണം. മഴ എന്ന് പറയുന്നത് ഒയാസിസ് കമ്പനിയുടെ ഉടമസ്ഥാവകാശമാണ്, നിങ്ങൾക്ക് ഗ്രൗണ്ട് വാട്ടർ മാത്രം പോരെ എന്നാണ് കേരളത്തിലെ ജനങ്ങളോട് ഇവർ ചോദിക്കുന്നത്.
മഴയുടെ ഉടമ ഒയാസിസ് ആണ് ഇത്രേ. എന്നിട്ട് കർണാടകത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ MP-മാരുടെ മദ്യമാണ് ഇവിടെ തരുന്നത്. അകാലിദളിൻ്റെ ഈ ആളുടെ മദ്യവും കൂടി കൊണ്ടുവന്നോട്ടെന്നേ. അവർ ഹരിയാനയിലെ വെള്ളം എടുത്തിട്ട് ഉണ്ടാക്കുന്ന മദ്യവും കൂടി കൊണ്ടുവന്നോട്ടെ. ഇപ്പം കോൺഗ്രസ്സുകാർ പറയുകയാണ് കർണാടകത്തിൽ നിന്നുള്ളത് മാത്രമേ കൊണ്ടുവരാവൂ, ഹരിയാനയിൽ നിന്നുള്ളത് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മന്ത്രിയോടൊപ്പമാണ്. നമ്മുടെ പ്രശ്നം അതല്ല. അതുകൊണ്ട് കർണാടകത്തിലെ കോൺഗ്രസ്സുകാർക്ക് ലാഭം ഉണ്ടാക്കുന്നത് തടഞ്ഞ് ഞങ്ങൾ അകാലിദളിന് ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയിൽ ഏർപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമല്ല ദയവായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ വെക്കേണ്ടത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് തിരിഞ്ഞൊന്ന് ചകഞ്ഞ് പഴയ റെക്കോർഡൊന്ന് തികഞ്ഞ് നോക്കിയാൽ മതി. ഇപ്പോൾ പുതുതായി ഈ പറയുന്നതിൻ്റെ ന്യായം എന്താണെന്ന് ആദ്യം ജനങ്ങളോട് LDFനോടൊക്കെ പറഞ്ഞ ശേഷം നമുക്ക് ഇത് ഈ പറയുന്ന പോലെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോവാം. ഇതിനല്ലേ മറുപടി പറയേണ്ടത്? ശരി, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഊന്നു എന്നുള്ള ചോദ്യങ്ങളാണ് ശ്രീ ജോസഫ് സി മാത്യുവിൻ്റെ. ശ്രീ അരുൺകുമാർ, ഞാൻ അങ്ങയിലേക്ക് വരാം. അതിന് മുൻപ് അപ്പോഴും ആ രാഷ്ട്രീയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. അതിന് ജിൻഡോ മറുപടി പറയട്ടെ. ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങ് കേട്ടല്ലോ, വളരെ ആഹ്ലാദവാനായി മാധ്യമങ്ങളെ കാണുമ്പോൾ ആദ്യത്തെ ശക്തമായ പിടിവള്ളിയായി എക്സൈസ് മന്ത്രിക്ക് കിട്ടിയത് അങ്ങയുടെ പ്രതിപക്ഷ നേതാവ് കൊടുത്ത ഒരു പ്രയോഗമാണ്. ഇന്നലെ അദ്ദേഹം വിവരങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞു, ഇന്ന് പുറത്തുവിട്ടു എന്ന് പറയുന്നതിനെ പരിഹാസത്തോടെയാണ് MP രാജേഷ് പ്രതിരോധിച്ചത്. അങ്ങേക്കറിയുന്നത് പോലെ 13 ദിവസമായി വെബ്സൈറ്റിലുള്ള വിവരമാണ് മഹാരഹസ്യം എന്ന നിലയിൽ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത്രയും സുതാര്യമായി കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ തീരുമാനത്തെയാണ് ദുരൂഹത, അതിവേഗത്തിലുള്ള തീരുമാനം, അങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ നൽകി ഈ പ്രതിപക്ഷ നേതാവ് തന്നെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് ആ വാദങ്ങളെല്ലാം പൊളിഞ്ഞു എന്നാണ് ആദ്യം MP രാജേഷ് മറുപടി പറഞ്ഞു തുടങ്ങിയത് വാർത്താ സമ്മേളനത്തിൽ. അതിലുള്ള നിങ്ങളുടെ പ്രതിരോധം എന്താണ്? അല്ല വേണു, ഇതിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് പ്രതിപക്ഷ നേതാവിൻ്റെയോ മുൻ പ്രതിപക്ഷ നേതാവിൻ്റെയോ പത്രസമ്മേളനത്തിലെ വ്യാകരണ പിശകോ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളുടെ ക്രോണോളജിക്കൽ ഓർഡറോ അല്ലല്ലോ പരിശോധിക്കേണ്ടത്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് എക്സൈസ് വകുപ്പ് മന്ത്രി കൃത്യമായിട്ട് മറുപടി പറയണമെന്നേ. അത് പറയുന്നതിന് പകരം പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിലേക്ക് വ്യാകരണ പിശക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് അതല്ലേ? പ്രതിപക്ഷ നേതാവിനേക്കാൾ അപ്പുറം കേരളത്തിലെ ജനങ്ങളോടല്ല എക്സൈസ് മന്ത്രി അക്കൗണ്ടബിൾ ആയിരിക്കുന്നത്, അല്ലേ? ഇവർ പറഞ്ഞത് കുടിവെള്ളം സംഭരിക്കുമ്പോൾ മഴവെള്ളം സംഭരിച്ചാണ് മദ്യ കമ്പനി വെള്ളം സംഭരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവർ പറയുന്നത് പറശ്ശിനിക്കടവിലെ ഇവരുടെ ഒരു വിസ്മയ പാർക്കിന്റെ മോഡൽ. ഞാൻ ചോദിക്കട്ടെ, ആ മോഡൽ കേരളത്തിലെ LDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 8 വർഷമായല്ലോ, പിണറായി സർക്കാർ ആ മോഡൽ പരീക്ഷിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിലെ കുടിവെള്ളക്ഷാമം നേരിടുന്ന സാധാരണ ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ ഈ സർക്കാരിന്റെ കയ്യിൽ ഒരു പദ്ധതി ഉണ്ടോ? ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അത് ചെയ്തില്ല. അത് സർക്കാരിന്റെ കെടുകാര്യസ്ഥയായിരുന്നു എന്ന് അങ്ങനെ വച്ചോളൂ വാദത്തിന് വേണ്ടിയിട്ട്. 8 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പാലക്കാട് ജില്ലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള മഴവെള്ള സംഭരണി നിർമ്മിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ ഒരു മാർഗം ഉണ്ടോ? വിസ്മയ പാർക്ക് മഹത്തായ മാതൃകയാണെന്നുള്ളല്ലോ പ്രതിപക്ഷ LDFന്റെ നേതാക്കന്മാർ മുഴുവൻ വാഴ്ത്തിപ്പാടുന്നത്. അത്തരത്തിലൊരു മാർഗം എന്താ നടപ്പാക്കാത്തത്? അപ്പൊ ഇവിടെയുള്ള പ്രശ്നം ഈ കമ്പനി മാത്രം അറിയുന്ന ഒരു മദ്യനയം മറ്റാരെങ്കിലും അറിഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് വാലിഡിറ്റി ഉണ്ട്. എന്താണെന്നറിയോ? എന്താണ് ഇവരുടെ മദ്യനയം? ഇവർ പറയുന്നു ബ്രൂവറിയും ഡിസ്റ്റിലറിയും അതായത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്താണ് അതിന്റെ മാനദണ്ഡം? എത്ര ഏക്കർ സ്ഥലം വേണം? എന്തൊക്കെ എങ്ങനെയുള്ള ടെക്നോളജിയാണ് ഉപയോഗിക്കേണ്ടത്? അവര് ഇതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളത്തിന്റെ സ്രോതസ് എത്തരത്തിലുള്ളതായിരിക്കണം ഉപയോഗിക്കേണ്ടത്? എങ്ങനെയുള്ള ഒരു മാർഗനിർദ്ദേശം കേരളത്തിലെ എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തുനിന്നോ കേരളത്തിലെ LDF സർക്കാരിന്റെയോ നയത്തിന്റെ ഭാഗമായിട്ട് അല്ലല്ല, ജനങ്ങളോട് ഉത്തരവാദിത്തം പറയേണ്ടതാണ് ഏറ്റവും വലിയ ബാധ്യത എക്സൈസ് മന്ത്രിക്ക് എന്ന് പറയുന്ന അങ്ങയുടെ വാദത്തിന്റെ വിശാലാർത്ഥവും ഞാൻ ചുരുക്കി കാണുന്നില്ല. പക്ഷേ രാഷ്ട്രീയമാണ് ഇവിടെ. നിങ്ങൾ ഈ പറയുന്ന 2 വാദഗതികൾ വിഴുങ്ങേണ്ട സാഹചര്യം വന്നതിലുള്ള മറുപടിയാണ് എനിക്ക് ജിൻഡോയിൽ നിന്ന് വേണ്ടത്. ഒന്ന്, ടെൻഡർ വാദം, അത് പൊളിഞ്ഞു എന്ന് പറയുകയാണ് മന്ത്രി. ഇപ്പോൾ ഈ പറയുന്ന ക്യാബിനറ്റ് രഹസ്യം എന്ന് പറയുന്ന വാദം, അത് പൊളിഞ്ഞു എന്നുമാണ് പറയുന്നത്. നിങ്ങൾ ആയുധം, ഈ ഒയാസിസിന് വേണ്ടി ആയുധം കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് MP രാജേഷിന്. നിങ്ങൾ ഒയാസിനെ എതിർക്കെന്ന് പറയുന്ന അതേ നാവുകൊണ്ട്. അല്ല, 2 കാര്യമുണ്ട് വേണു. ഒന്ന്, ടെൻഡർ. ഞാൻ ചോദിക്കട്ടെ, ടെൻഡർ എന്ന് പറയുന്ന സർക്കാർ പ്രോജക്റ്റുകൾക്ക് മാത്രമേ ടെൻഡർ വിളിക്കുള്ളൂ? അങ്ങനെയാണെങ്കിൽ സ്വകാര്യ സംരംഭങ്ങൾ നടത്തുന്നതിനായിട്ടുള്ള അതിന്റെ മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് പൊതുജനങ്ങൾ അറിയേണ്ടത്? എങ്ങനെയാണ് ഒരു പൊതുജനങ്ങൾ ഇതിന്റെ മാനദണ്ഡങ്ങൾ അറിയേണ്ടത്? സ്വാഭാവികമായിട്ടും സർക്കാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കണ്ടേ? അതിനെയാണ് മുൻ പ്രതിപക്ഷം അത് ടെൻഡർ എന്ന് പറയുന്നത്. ജലസേചന കേന്ദ്രങ്ങൾ തുടങ്ങിയ കേരളത്തിൽ 7 നിങ്ങളാണ് എന്ന് പറഞ്ഞ ആ കണക്കുകളൊക്കെ നിയമസഭയിൽ വന്നില്ലേ 5 ദിവസം മുൻപ്? മുഖ്യമന്ത്രി പറഞ്ഞില്ലേ വിവിധ UDF സർക്കാരുകളാണ് ഈ 7 തുടങ്ങിയത്. അപ്പൊ ടെൻഡർ വിളിച്ചിട്ടാണോ എന്ന്?
അല്ല, ഞാൻ ചോദിക്കട്ടെ, അന്ന് ഇവർക്ക് ആക്ഷേപം ഉണ്ടായിരുന്നോ? അന്ന് കേരളത്തിൽ എങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്? അന്നത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു? അതൊക്കെ പരിശോധിക്കണ്ടേ? അന്ന് ആക്ഷേപമുണ്ടോ ഇല്ലയോ എന്നതല്ല, ഒരു വാദം വെക്കുമ്പോൾ അതിന് അത്രയും ബലവത്തായ വാദമായിരിക്കണമെന്നാണ്. അങ്ങനെ കമ്പനികൾ അല്ല അങ്ങനെ ഒഴിവാക്കല പറഞ്ഞോളൂ ജിൻഡോ. പറഞ്ഞോളൂ. ജിൻഡോ ഒഴിവാക്കിയതല്ല, ഞാൻ അങ്ങോട്ട് പറയുന്നത് ജിൻഡോയ്ക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ആ സാങ്കേതിക പ്രശ്നം നമുക്ക് പരിഹരിക്കാം. പക്ഷെ ജിൻഡോ അറിയേണ്ടത്, ജിൻഡോയെ ഞാൻ തടസ്സപ്പെടുത്തിയിട്ടില്ല. ശ്രീ അരുൺകുമാർ, ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ അത് മഹാരഹസ്യം എന്ന രൂപത്തിൽ അവതരിപ്പിച്ച് ജാള്യം നേരിടേണ്ടി വന്നു പ്രതിപക്ഷ നേതാവിന്. അദ്ദേഹത്തിന് ജാള്യമില്ല എന്നൊക്കെയാണ് എക്സൈസ് മന്ത്രി പറയുന്നത്. പക്ഷേ ഇതുപോലെ തന്നെ ഒരു മന്ത്രിസഭാ തീരുമാനമായി പത്രങ്ങളിലടക്കം വന്ന കാര്യങ്ങളിലും പലപ്പോഴും പൊതു താല്പര്യം എന്ന് പറയുന്ന പല വിഷയങ്ങളും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ സ്മാർട്ട് സിറ്റിയുടെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ടത്. അതും ഒരു സാധാരണ മന്ത്രിസഭാ തീരുമാനമായിട്ട് അങ്ങ് പുറത്തു വരികയാണ് ചെയ്തത്. അപ്പോൾ തന്നെ അത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വരികയും അതുടനെ ചർച്ച ചെയ്യപ്പെടുകയും ഒന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ നാഴിക വിനാഴിക കണക്കുകളല്ല പ്രധാനം. അതവിടെ ഉണ്ടായിരുന്നു അനാദികാലം മുതൽ എന്ന വാദവുമല്ല വേണ്ടത്. ഒരു സർക്കാർ ഈ കാര്യത്തിൽ ദുഷിച്ച താല്പര്യം കാണിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആരോപണത്തിനുള്ള കൃത്യമായ മറുപടിയാണ് വേണ്ടത്, പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാരിൻ്റേത്. അതാണ് ശ്രീ ജോസഫ് സി മാത്യുവിൻ്റെ ഈ നേരത്തെ ഉണ്ടായ പ്രതികരണത്തിൽ ഉയർന്നിരിക്കുന്ന ചോദ്യവും. ശ്രീ അരുൺകുമാർ. മിസ്റ്റർ വേണു, ഈ ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം 5 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് UDFും അതുപോലെ BJPയും അതിനുശേഷം മാധ്യമങ്ങളും ഗവൺമെന്റിനെതിരെ ആരോപിച്ചത്. ഇന്ന് 5ാമത്തെ ആരോപണവും പൊളിഞ്ഞു പാളീസാകുന്ന സാഹചര്യമാണ് നാം കണ്ടത്. ഏറ്റവും ആദ്യം നയമില്ല, മദ്യനയത്തിന് വിരുദ്ധമായിട്ടാണ് ഗവൺമെന്റ് പ്രവർത്തിച്ചതെന്ന ആരോപണമാണ് ഏറ്റവും ആദ്യം. ആദ്യത്തെ മദ്യനയം പ്രഖ്യാപിച്ചത് 31/3/2022 ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ്. അതിൻ്റെ സെക്കൻഡ് പേജിലെ ലാസ്റ്റ് പാരഗ്രാഫും തേർഡ് പേജിലെ സെക്കൻഡ് പാരഗ്രാഫും വായിച്ചാൽ കൃത്യമായി തന്നെ നമുക്ക് ബോധ്യമാകും. ഞാൻ വിശദീകരിച്ച് വായിക്കുന്നില്ല, ഒറ്റ വാചകമുള്ളൂ. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുവായ ENA പൂർണ്ണമായും സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. കേരളത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൽ നല്ലൊരു പങ്ക് സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള മദ്യ ഉൽപ്പാദന കമ്പനികൾ കേരളത്തിലെ ഡിസ്റ്റിലറികളിലൂടെ ടൈയപ്പ് വഴി നിർമ്മിക്കുന്നതാണ്. ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടാകേണ്ട വരുമാനവും സൃഷ്ടിക്കാവുന്ന തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. കേരളത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമോ ബിയറോ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള പരിഹാരം കേരളത്തിൽ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക എന്നിവയാണ്. അതുവഴി കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിയും. ഇത് 31/3/2022 3 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച മദ്യനയത്തിൽപ്പെട്ടതാണ്. അതിൽ നമ്പർ 22 അങ്ങയുടെ മുന്നിൽ ഉണ്ടാവും. നമ്പർ 22 നിലവിലുള്ള നിയമം അനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ബ്രൂവറി ലൈസൻസ് അനുവദിക്കും. നമ്പർ 24 കേരളത്തിലെ തനത് കാർഷികോൽപ്പന്നങ്ങളിൽ ധാന്യങ്ങൾ ഒഴികെയുള്ളതിൽ നിന്ന് വൈൻ നിർമ്മിക്കുന്നതിന് അനുവാദം നൽകും. അതിനുശേഷം കൃത്യമായി 27/7/2023 അതേ വർഷം തന്നെ 7ാം മാസം 2ാമത് മദ്യനയം പ്രഖ്യാപിക്കുകയാണ്. ആ മദ്യനയത്തിലും കൃത്യമായി പാരഗ്രാഫ് 8-9 അങ്ങ് വായിച്ചു നോക്കുക. ഞാൻ സമയക്കുറവുകൊണ്ട് വിശദമായി വായിക്കുന്നില്ല. വളരെ വിശദമായിട്ട് 8-9 കൃത്യമായി മദ്യനയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ നമ്പർ 24 പ്രഖ്യാപിച്ചിരിക്കുന്നു, സംസ്ഥാനത്ത് മദ്യ ഉൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ENA കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. ഇതിലേക്ക് തയ്യാറാക്കുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. അതുപോലെ നമ്പർ 32 സംസ്ഥാനത്ത് വിദേശ മദ്യത്തിന്റെ ഉൽപ്പാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഇങ്ങനെ കൃത്യമായി 2 മദ്യനയം പ്രഖ്യാപിച്ചതിന് ശേഷം 10 പഠനങ്ങൾ നടത്തി 14 മാസമെടുത്ത് ഈ കഴിഞ്ഞ 16/1/2025 ഈ ഉത്തരവ് പുറത്തിറക്കുന്നത്. അപ്പൊ ആദ്യം നയമില്ല, നയവ്യതിയാനമാണ്, നയങ്ങൾക്കെതിരാണെന്നുള്ള വാദം അവിടെ പോയി. രണ്ടാമത് ടെൻഡർ. അങ്ങ് ചോദിച്ചല്ലോ കുറെ ചോദ്യം കോൺഗ്രസിന്റെ പ്രതിനിധിയോട്. നിങ്ങൾ അനുവദിച്ചപ്പോൾ ടെൻഡർ ഉണ്ടായിരുന്നോ? എന്നെങ്കിലും ടെൻഡർ ഇത്തരത്തിൽ ഒരു സംരംഭം ആരംഭിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ? അതൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴും എന്നാലും കാര്യങ്ങൾ അറിയണ്ടേ, ടെൻഡർ വേണ്ട എന്ന എന്തിയെ മുൻ പ്രതിപക്ഷ നേതാവ് ടെൻഡർ വാദം പിൻവലിച്ച് രക്ഷപ്പെട്ടു പോയത്? ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്താണ് ടെൻഡർ വാദം ഇപ്പോൾ ഉന്നയിക്കാത്തത്? അപ്പോൾ ടെൻഡറും വേണ്ട. മൂന്നാമതെന്താ, പഞ്ചായത്ത് ഈ കാര്യം അറിഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിനെ അറിയിക്കാതെ ഏകപക്ഷികമായി ഏകജാലകത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചു. മിസ്റ്റർ വേണു, ഞാൻ താങ്കളുടെ വാട്സപ്പിലേക്ക് 2 കത്തുകൾ അയച്ചിട്ടുണ്ട്. ആ കത്തുകൾ കൃത്യമായി 14/2/2024 1 വർഷങ്ങൾക്ക് മുമ്പുള്ള കത്ത്.
രണ്ടാമത്തെ കത്ത് 18/6/2024, ഏകദേശം 9 മാസങ്ങൾക്ക് മുമ്പുള്ള കത്ത്. ഈ 2 കത്തും എലപ്പുള്ളി പഞ്ചായത്ത് സെക്രട്ടറിക്ക് KSIDC അയച്ച കത്തുകളാണ്. ആ കത്തുകളിൽ പറഞ്ഞു, ഇന്നയാൾ ഇന്ന ആവശ്യത്തിന് ഗവൺമെന്റിന് തന്ന പ്രപ്പോസൽ ഏകജാലകത്തിലൂടെ പരിഗണിക്കുന്ന യോഗം അത് ഇത്രാം നമ്പർ യോഗമാണ്, താങ്കൾ വരണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയും, പഞ്ചായത്ത് കമ്മിറ്റി അറിയും, എല്ലാവരും അറിയും. എന്നിട്ടും തെറ്റിദ്ധരിക്കുകയാണ്. ഇന്നലെ വരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ വാചകവും പോയി. നാലാമത് ജലചൂഷണമാണ്. ജലചൂഷണത്തിന്റെ കണക്കുകൾ കൃത്യമായി ഇന്ന് യഥാർത്ഥ വസ്തുത മന്ത്രി വെളിപ്പെടുത്തി. ഭൂഗർഭജലം ഒരു തുള്ളി വേണ്ട, കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു തുള്ളി വെള്ളം വേണ്ട. അവിടെ കിൻഫ്രയ്ക്കും അതുപോലെ തന്നെ IITക്കും 10 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ ഗവൺമെന്റ് ഉത്തരവിലൂടെ മാറ്റിവെച്ച 10 ദശലക്ഷം ലിറ്റർ ആ വെള്ളത്തിൽ നിന്ന് മാത്രമാണ് ഇതിന് ഉപഭോഗം, അല്ലാതെ ഒരു തരത്തിലുള്ള ഉപഭോഗമില്ല. അതും പൊളിഞ്ഞു പാളീസായി. പിന്നെ 5ാമത്തെ ആരോപണമാണ് ഇപ്പോ മന്ത്രിസഭ രഹസ്യമായി എടുത്ത തീരുമാനം. ഇതാ ഒരു ഉത്തരവ് എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു, രേഖ, ശങ്കരാടി കാണിച്ച രേഖ ഞാൻ ഹാജരാക്കുമെന്ന് പറഞ്ഞ് ഇന്നലെ വൈകുന്നേരം പത്രസമ്മേളനം പുറത്തുവിടുന്നു. ഇന്ന് രേഖ വന്നു. 16/1/2025 മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന രേഖ. ഏത് മന്ത്രിസഭാ യോഗം കഴിയുമ്പോഴും പുറത്തു വരുന്ന ക്യാബിനറ്റ് നോട്ട് അടക്കമുള്ള രേഖ കാണിച്ച് ഇത് വലിയ രഹസ്യമായി ഗവൺമെന്റ് കൈകാര്യം ചെയ്യുകയാണെന്ന്. ഇതിൽ കൃത്യമായി പറയുന്നു, ഒരു തരത്തിലും ഈ UDF ഉന്നയിച്ച ആരോപണം, BJP ഉന്നയിച്ച ആരോപണം അത് ഏറ്റുപിടിച്ച് മാധ്യമങ്ങൾ നടത്തിയ പ്രചരണം ശരിവെക്കുന്ന കാഴ്ചപ്പാടില്ല. കർണാടകത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ അസംസ്കൃത വസ്തുവും മദ്യവും ഇറക്കുമതി ചെയ്യണം. മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അവിടെ നിന്നുള്ള കൃത്യമായിട്ടുള്ള ഇറക്കുമതി അങ്ങനെ സംരക്ഷിക്കണം. കേരളത്തിൽ ഒന്നും സ്വന്തമായി ഉൽപ്പാദിച്ചുകൂടാ. കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഒരു പ്രയോജനം കിട്ടാൻ പാടില്ല. അതുപോലെ കാലിത്തീറ്റയും കോഴിത്തീറ്റയുമായി ഇവിടെ ഉൽപ്പന്നം എന്ന രൂപത്തിൽ സീറോ വേസ്റ്റേജിന് ശേഷം വരുന്ന ഉൽപ്പന്നം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കേരളത്തിൽ ഒന്നും വരാൻ പാടില്ല. ആ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള നുണപ്രചരണവും കള്ളപ്രചരണവും കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇവർ മുന്നോട്ട് വെച്ച ഒരാരോപണവും തെളിയിക്കാൻ ഇവർക്ക് കഴിയാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളത്. ജലത്തിന്റെ കണക്കും മറ്റു കാര്യങ്ങളുമെല്ലാം മന്ത്രി വളരെ വിശദമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ആകെ ഈ പാലക്കാട് പട്ടണത്തിൽ ഇപ്പോൾ വാട്ടർ അതോറിറ്റി മുഖേന ചെലവഴിക്കുന്ന വെള്ളത്തിന്റെ 1.1% മാത്രമാണ് ഈ ഇത് പ്രാവർത്തികമാക്കിയാൽ ഒയാസിസിന് വേണ്ടി വരിക. അത് പണി നടക്കുമ്പോൾ 0.05 ദശലക്ഷവും അതുപോലെ തന്നെ പണി പൂർത്തീകരിച്ചാൽ അത് 0.5 ദശലക്ഷം, അതായത് 5 ലക്ഷം ലിറ്റർ വെള്ളം മാത്രമാണ്. അത് 10 വർഷങ്ങൾക്ക് മുമ്പ് കിൻഫ്ര IITക്കും കൊടുക്കുന്ന അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് മാത്രമാണ്. അല്ലാതെ കൃഷിക്കോ കുടിവെള്ളത്തിനോ ഉപയോഗിക്കുന്ന മറ്റൊരു ജലസ്രോതസ്സിനെയും ഉപയോഗിക്കില്ല. മഴവെള്ള സംഭരണി അടക്കമുള്ള അതിന്റെ അളവും കാര്യങ്ങളും എല്ലാം മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വന്ന് സന്ദർശിക്കുക. പ്രതിപക്ഷത്തിന് വരാം, രാഷ്ട്രീയ നിരീക്ഷകർക്ക് വരാം, മാധ്യമങ്ങൾക്ക് വരാം. യഥാർത്ഥ സത്യം ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ പദ്ധതി എതിർക്കുക. അതുവരെ നിങ്ങൾ ഈ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിട്ട് താങ്ങുതടിയായി നിൽക്കരുത് എന്ന ഏറ്റവും മാന്യമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളോടുള്ളത്. ശരി, ശ്രീ BN ഹസ്കർ അങ്ങ് സഹകരിക്കണം. ഞാൻ അങ്ങയിലേക്ക് വരാം. അരുൺ, ഇവിടെ ഇപ്പോൾ അരുൺ ഈ പറയുന്ന മദ്യനയത്തിൻ്റെ മാഹാത്മ്യം പറയുകയുണ്ടായി, അതിൻ്റെ തീയതികളടക്കം അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി, എക്സൈസ് മന്ത്രിയും സൂചിപ്പിക്കുകയുണ്ടായി. അതെല്ലാം എനിക്ക് അങ്ങയോട് 3 കാര്യങ്ങൾ ഊന്നിയുള്ള ചോദ്യമാണുള്ളത്. 2022-23 മദ്യനയം അങ്ങത് ഇവിടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ പരിഹാരം കേരളത്തിൽ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, അതും MP രാജേഷ് വായിച്ചതാണ്, പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക. നിങ്ങൾ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉൽപ്പാദനം എത്രത്തോളം വർദ്ധിപ്പിച്ചു? 2023-24 മദ്യനയത്തിൽ അങ്ങ് വായിച്ച ഭാഗത്ത് തന്നെയുണ്ട്, അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, മദ്യത്തിൻ്റെ കയറ്റുമതിയിലൂടെ കൂടുതൽ വരുമാനം കണ്ടെത്താൻ സാധിക്കും, അത് വിടാം. അതിനായി ട്രാവൻകൂർ ഷുഗേഴ്സ് കെമിക്കൽസിൻ്റെ ഉൽപ്പാദനം കൂട്ടാനുള്ള സംവിധാനം ഒരുക്കാനും മലബാർ ഡിസ്റ്റിലറിയുടെ പ്രവർത്തനം ആരംഭിക്കാനുമുള്ള നടപടികൾ ഈ വർഷം പൂർത്തിയാക്കും. 2023-24 മദ്യനയത്തിലെ വാഗ്ദാനമാണ്. ഇനി 5 ദിവസം മുൻപ് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ 23-ാം തീയതി ഈ മലബാർ ഡിസ്റ്റിലറിയുടെ പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടികൾ ഈ വർഷം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന മദ്യനയം, അതിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതാണ് 23-ാം തീയതി മലബാർ ഡിസ്റ്റിലറിയിൽ ഏത് മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്ന് സർക്കാർ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. 4 കൊല്ലമായി അവിടെ ഒന്നും നടക്കാതെ ഇരിക്കുന്നു. 4 കൊല്ലം. അപ്പോൾ എന്താണ് ഈ കർണാടക ലോബിയെ നിങ്ങൾക്ക് എതിർക്കണ്ടേ? ഈ മലബാറിനെ ഇങ്ങനെ നിർജ്ജീവമാക്കി നിർത്തിയാൽ പിന്നെ രമേശ് ചന്ദ്രയുടെ താല്പര്യമല്ലേ നിങ്ങളുടെ മന്ത്രിസഭ കാത്തു സൂക്ഷിക്കുന്നത്? കഴിഞ്ഞില്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഇതിനൊക്കെ എനിക്ക് അങ്ങയുടെ മറുപടി വേണ്ടതുണ്ട്. ഇവിടെ ഒരു മഹാകാര്യമായി ഇന്ന് എക്സൈസ് മന്ത്രി പറയുകയുണ്ടായി,
30/11/2023 എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്കാണ് അപേക്ഷ ലഭിക്കുന്നത്. ഒയാസിസിന്റെ മന്ത്രിക്കല്ല തന്നത്, ശരിയായ രീതിയിലാണ് അപേക്ഷ വന്നത് എന്ന്. 30/11/2023 അല്ലേ? ഇവിടെ ഈ കേന്ദ്രത്തിന് ഈ ലെറ്റർ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്ത സമയമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ എക്സ്പ്രഷന് വേണ്ടിയിട്ട് ഈ അപേക്ഷ കൊടുത്ത തീയതി ഏതാണെന്നറിയുമോ അരുണിന്? 11/8/2023. 11/8/2023 കേന്ദ്രത്തോട് ഇവർ പറയുകയാണ്, ഞങ്ങൾ എലപ്പുള്ളിയിൽ ഇത്ര സ്ഥലം എടുത്തിട്ടുണ്ട്, അവിടെ ഞങ്ങൾ ENA ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമുണ്ട്, ഇത് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് പ്ലാന്റ് മാറ്റാൻ കഴിയില്ല. എന്നിട്ട് ഒയാസിസ് റിസ്ക് എടുക്കുകയാണ്. എപ്പോ? 11/8/2023. അപേക്ഷ വന്നത് 30/11/2023. ഒരു റിസ്ക്കും എടുത്തില്ല എന്ന് അതിൽ നിന്ന് തെളിയുകയാണ്. ഒയാസിസിന് വേണ്ടി ചേർന്ന മന്ത്രിസഭയാണ് 15-ാം തീയതിയിലേത്. ഇന്നലെ വരെ മാധ്യമങ്ങൾ നടത്തിയിരുന്ന പ്രചരണം, മദ്യനയം വരുന്നതിന് മുമ്പേ തന്നെ സ്ഥലം വാങ്ങിച്ചു ഒയാസിസ്. എങ്ങനെ മദ്യനയം ഇങ്ങനെ ഭാവിയിൽ വരാൻ പോകുകയാണ് എന്ന് ഒയാസിസ് മനസ്സിലാക്കി. അപ്പോൾ ഒരു ലീക്കേജ് വന്നിട്ടില്ലേ? അത്തരത്തിലുള്ളൊരു വാർത്ത ലീക്കേജ് കിട്ടിയപ്പോഴല്ലേ ഒയാസിസ് വന്ന് 24 ഏക്കർ വാങ്ങിച്ചതെന്നാണ് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ചർച്ച നടത്തിയത്. ഇപ്പോൾ ഞാൻ ഡേറ്റ് വെച്ച് പറഞ്ഞല്ലോ, ആദ്യം മദ്യനയം വന്നത് 31/3/2022. 31/3/2022 ശേഷം 1.5 വർഷങ്ങൾക്ക് ശേഷമല്ലേ താങ്കൾ പറഞ്ഞ ഈ കേന്ദ്രത്തിനുള്ള അപേക്ഷ 11/8/2023. അത് കൃത്യമായി ഒയാസിസ് ഗവൺമെന്റിന് അപേക്ഷ കിട്ടുന്നത് 30/11/2023. അതായത് ആദ്യം മദ്യനയം പ്രഖ്യാപിച്ച് 1.5 വർഷത്തിന് ശേഷമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകൾ മൂവ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലാണ് സ്ഥലം വാങ്ങിച്ചത്. അപ്പോൾ കൃത്യമായി ഗവൺമെന്റിൽ നിന്ന് മദ്യനയം വരാൻ പോകുന്നു എന്ന വിവരം ലീക്കേജ് ചെയ്ത് കിട്ടിയിട്ട് സ്ഥലം വാങ്ങിച്ച് പിന്നെ മദ്യനയം വന്നു എന്നുള്ള കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിയ വാദമാണ് പൊളിഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിലവിലുള്ള മദ്യ ഉൽപാദന കമ്പനികളുടെ ശേഷി വർദ്ധിപ്പിക്കും. അതൊരു സ്വിച്ച് ഇട്ടാൽ വർദ്ധിപ്പിക്കുന്ന ശേഷിയല്ലല്ലോ, അതിന്റെ ടെക്നോളജി മാറ്റണം, യന്ത്രസാമഗ്രികൾ മാറ്റണം, അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തണം. അത്തരത്തിലുള്ള വിപുലപ്പെടുത്തൽ കഴിഞ്ഞ 2 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ മദ്യനയം വന്നതിന് ശേഷം നടക്കുകയാണ്. നമ്മുടെ പർപ്പസ് എന്താ? മുഴുവൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു മദ്യം. അസംസ്കൃത വസ്തു മധ്യമ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നു. അത് ഇവിടെ കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ടേഷൻ ചാർജും കൊടുത്ത് അത് കൂട്ടിയോജിപ്പിച്ച് മദ്യമാക്കുന്നു. ഇരട്ടി ചെലവ് വരുന്നു. അത് നമ്മുടെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം. നമ്മുടെ അരി, ഉപയോഗശൂന്യമായിട്ടുള്ള അരി, ചോളം, വെജിറ്റബിൾ വേസ്റ്റ്, മരച്ചീനി, സ്റ്റാർച്ച്, ഗോതമ്പ്, മധുരക്കിഴങ്ങ്, ഇത് നമ്മൾ അമിതമായിട്ടുള്ള ഉപഭോഗം, മരച്ചീനി എല്ലാം ഇവിടെ ഉൽപാദനമുണ്ട്. അവ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് ഗുണം കിട്ടുന്ന തരത്തിൽ ഉൽപാദനം ഒരു വസ്തുത ഒരാൾ പറഞ്ഞാൽ വസ്തുതയാണല്ലോ. 2022-23 ഈ മദ്യനയത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ പറയുന്ന ഒയാസിസ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഈ എഥനോൾ പ്ലാന്റുമായി ബന്ധപ്പെട്ട ലെറ്റർ ഓഫ് എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു വാദത്തിന് അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങിപ്പോൾ പറഞ്ഞു വെച്ച കാര്യമുണ്ടല്ലോ, കേരളത്തിൽ സുലഭമായി കപ്പയുണ്ട് എന്ന്. തിരുവല്ലാമലയിൽ കപ്പ ഉപയോഗിച്ച് വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി ഉണ്ടായിരുന്നു. ആ സംരംഭം അസംസ്കൃത വസ്തു കിട്ടാത്തത് കൊണ്ട് പൂട്ടിപ്പോയി. അങ്ങയുടെ അറിവിലുണ്ടോ? ഇനി അടുത്തതായ ഒരു കാര്യം, ഈ കർണാടക ലോബിയെ പറ്റി പറയുന്ന ഒരു കാര്യം. ഒറ്റ സെക്കൻഡ്, എന്നിട്ട് അങ്ങ് മറുപടി പറഞ്ഞോളൂ. കർണാടക ലോബിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ, സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയിട്ടാണ് രമേശ് ചെന്നിത്തല ഇറങ്ങിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലും അതേ താല്പര്യം തന്നെ രമേശ് ചെന്നിത്തലയ്ക്കുള്ളത് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തല KPC അധ്യക്ഷനായും പിന്നീട് മന്ത്രിയായിട്ടുമൊക്കെ ഇരിക്കുന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി എടുത്തൊരു തീരുമാനമുണ്ട്. ഒരു കടലാസ് പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടൊരു മദ്യ നിരോധന നയം പ്രഖ്യാപിച്ചു. അപ്പോൾ എന്താ, കർണാടകത്തിൽ നിന്ന് ഈ പറയുന്ന സ്പിരിറ്റ് സംഘവുമായിട്ട് ഉമ്മൻചാണ്ടി കലഹത്തിലായിരുന്നോ? ഇനി ആ സ്പിരിറ്റ് ലോബിയുടെ ഈ പറയുന്ന തരത്തിലുള്ള സഹായങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവിടെ കോൺഗ്രസ് കേരളത്തിൽ ഉപജീവനം തേടുന്നതെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ കടലാസിൽ നിന്ന് എടുത്ത മദ്യനയമുണ്ടല്ലോ, അത് എന്തടിസ്ഥാനത്തിലായിരുന്നു? കേരളത്തിൽ കോൺഗ്രസ് അങ്ങ് നശിച്ചു പോകട്ടെ, ജീവശ്വാസം പോലും ഇല്ലാതാകട്ടെ എന്ന് കരുതിക്കൊണ്ടായിരുന്നോ? രണ്ടിനുമുള്ള മറുപടി. എന്നിട്ട് എനിക്ക് ശ്രീ ഹസ്കറിലേക്ക് പോകണം. ഇവിടെ ഈ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ള മത്സരം നടക്കുകയാണ്. അങ്ങേക്കറിയാമല്ലോ, ഞാനാണ് മുമ്പൻ. ഒരാൾ 9:30 പത്രസമ്മേളനം വിളിക്കുമ്പോൾ പഴയ പ്രതിപക്ഷ നേതാവ് 9:27 പത്രസമ്മേളനം നടത്തുന്നു. അപ്പോൾ 9:30 പത്രസമ്മേളനം നടത്താനിരുന്നയാൾ പിന്നെ 5 മിനിറ്റ് നേരത്തെയാക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൂട്ടിയത് എന്തുകൊണ്ട്? ചോദ്യം ഒന്ന്. 2 ഉമ്മൻചാണ്ടിയുടെ മദ്യനയവും നിങ്ങളുടെ ഈ സ്പിരിറ്റ് ലോബി വാദവും. ഞാൻ വരട്ടെ.
അതായത് 5 വാദങ്ങൾ ഇതിനെതിരെ ഉന്നയിച്ചിട്ട് അതിൽ എല്ലാം തെറ്റാണ്, കള്ളമാണ്, വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് 2-3 ദിവസമായി ചർച്ചയിൽ വന്നിരിക്കും, ഇന്ന് വന്നിട്ടില്ല ഒറ്റ ഞാൻ ഇതിന്റെ ഇപ്പൊ 2ാമത്തെ ചർച്ചയാ. പഞ്ചായത്ത് പ്രസിഡന്റ് കാണാനില്ല. ആ പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്താ പറഞ്ഞേ? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, പഞ്ചായത്തിന് ഒരു വിവരമില്ല, ഒരു രേഖയുമില്ല, പഞ്ചായത്ത് സെക്രട്ടറി അറിഞ്ഞിട്ടില്ല, ഇതെല്ലാം ഗവൺമെന്റ് തട്ടിപ്പ് നടത്തുകയാണ്. ഈ കത്ത് ഞാൻ 2 കത്ത് അങ്ങേക്ക് അയച്ചല്ലോ, ആ കത്തൊന്ന് കാണിക്കാമോ ജനങ്ങളെ? ആ കത്തിൽ കൃത്യമായി പറഞ്ഞിട്ടില്ലേ ആരാണ് അപേക്ഷ കൊടുത്തത്, എന്ത് പർപ്പസിനാണ്, എന്നാണ് മീറ്റിംഗ്, കൃത്യമായി ഗവൺമെന്റ് സംവിധാനം അറിയിച്ചില്ലേ? അപ്പൊ കള്ളക്കണക്കുകൾ തന്നെ കൊടുക്കുന്നു. ഇവിടെ ഏതെങ്കിലും കമ്പനി പ്രൊഡക്ഷൻ കിട്ടാതെ നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. കാരണം മറ്റ് കാരണങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി തന്നെ പറഞ്ഞു, മദ്യം വാങ്ങിക്കാൻ ക്യൂ നിൽക്കുന്നവർക്ക് അന്തസ്സായിട്ട് നിൽക്കാനുള്ള സൗകര്യം വേണം. അന്തസ്സോടെ, ഏറ്റവും കാര്യശേഷിയോടെ, അല്ലെങ്കിൽ ഏറ്റവും ഗുണസമൃദ്ധമായിട്ടുള്ള മദ്യം അവർക്ക് കൊടുക്കണം. മദ്യം കഴിക്കാനും ഉപയോഗിക്കാനുമുള്ള റൈറ്റ്സ് അവർക്കുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞു. അതേ ഹൈക്കോടതിയിൽ കർഷകർ പോയി നേടിയെടുത്തൊരു ഉത്തരവുണ്ട്. അതേ ഹൈക്കോടതിയിൽ നിന്ന് കർഷകർ പോയി നേടിയെടുത്തൊരു ഉത്തരവുണ്ടല്ലോ. അല്ല, ഈ പറയുന്ന ഉത്തരവ് പാലക്കാടുമായി ബന്ധപ്പെട്ടാണ്. മലമ്പുഴ ഡാമിന്റെ വെള്ളം, ഒന്നാമതായി കുടിവെള്ളത്തിന്, രണ്ടാമതായി കൃഷിക്ക്, ഈ 2 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് കർഷകർ പോയി വാങ്ങിയ ഉത്തരവുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഈ ഹരിയാന അതിർത്തിയിൽ തളച്ചിടപ്പെട്ടിരിക്കുന്ന കർഷകരെ പറ്റി വലിയ വാഗ്ധോരണി മുഴക്കുമല്ലോ CPM-ന്റെ AKG ഭവനിലെ നേതാക്കന്മാർ. ദേശാമനിയിൽ നെടുനീള ലേഖനവും എഴുതുമല്ലോ. ആ കർഷകർക്ക് നേരിടേണ്ടി വരുന്ന അതേ ഗതിയാണ് ഇവിടെ പിണറായി സർക്കാരും കൊടുത്തിരിക്കുന്നത്. അരുണ, ഞാൻ വരാം അരുണിലേക്ക്. അരുണ, ഞാൻ വരാം. അല്ല, ഒരു സെക്കൻഡ്, വേഗം. We respect that judgment also. അവിടെ കുടിവെള്ളത്തിനുള്ള ഒരു തുള്ളി വെള്ളം പോലും ഈ വ്യവസായ സംരംഭത്തിന് വേണ്ടി ഉപയോഗിക്കില്ല. അവിടെ കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന രാജേഷിന്റെ കണക്ക് വെച്ചിട്ടാണെങ്കിൽ ജലസമൃദ്ധമാണ് പാലക്കാട്. ഇന്നത്തെ കണക്കുകൾ വെച്ചിട്ടാണെങ്കിൽ ജലസമൃദ്ധമാണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം, കാരണം എന്താ വെച്ചാൽ മറ്റു അതിഥികൾ കൂടെ കാത്തിരിക്കുന്നുണ്ട്. ശ്രീ BN ഹസ്കർ, ഇവിടെ ജോസഫ് സി മാത്യു ചോദിച്ചൊരു കാതലായ ചോദ്യമുണ്ട്. മഴ പെയ്യുന്നത് പാലക്കാട് ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയാണോ? ആ മഴവെള്ളം സംഭരിക്കുക എന്ന് പറയുന്നത് ഏത് ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് ശ്രീ ജോസഫ് സി മാത്യുവിടെ ഭംഗിയായി വിശദീകരിക്കുകയുണ്ടായി. റീചാർജിങ്ങിലേക്ക് പോകുന്നില്ല, അത് റീചാർജിങ്ങിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ പാലക്കാടാണ് ഏറ്റവും വലിയ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കാൻ പോകുന്ന ആശങ്കകൾ പല മടങ്ങായിരിക്കും എന്ന് മാത്രവുമല്ല, ഈ പഞ്ചായത്ത് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഒരു രേഖ വെച്ചുകൊണ്ട് അരുൺ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, ആ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കാണാനില്ല എന്ന് പറഞ്ഞ്. ആ വിഷയം പാലക്കാട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അരുണെ MB രാജേഷ് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നും അദ്ദേഹം ആവർത്തിച്ചു എന്നേ ഉള്ളൂ. അങ്ങയുടെ ദേശാമനി പത്രത്തിൽ ആ വാർത്ത വന്നിട്ടുള്ളതാണ്. അതിന് രമേശ് ചെന്നിത്തല മറുപടി പറയുകയുണ്ടായി കണ്ണൂരിൽ വെച്ച്. രമേശ് പറഞ്ഞത് ആ സെക്രട്ടറി ആ കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചിട്ടില്ല, ആ സെക്രട്ടറി അല്ല പോയത്, മറ്റൊരാളാണ് പോയത് എന്നാണ്. ആ സെക്രട്ടറി അറിഞ്ഞിട്ടില്ല, അവിടുത്തെ MP അറിഞ്ഞിട്ടില്ല, അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ്. അതിൻ്റെ വാസ്തവം എന്തായാലും ജിൻഡോയാണ് പറയേണ്ടത്, ഞാനല്ല. എന്തായാലും ഹസ്കർ, ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞ മഴയുടെ ഉടമ, അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് ജലശക്തി മിഷന്റെ അവാർഡ് വാങ്ങിയതാണ്. എങ്ങനെ? ഈ പറയുന്ന റെഡ് സോണിലാണ് ഇപ്പോഴും ആ മേഖല. അവിടെ ഇത്തരം റീചാർജിങ്ങിലൂടെ അവിടുത്തെ ഈ പറയുന്ന ഭൂഗർഭജലത്തിൻ്റെ വിധാനം ഉയർത്താൻ കഴിയുക, അവിടെ കൃഷിയോഗ്യമാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തതിൻ്റെ ഭാഗമായി ഈ സർക്കാരിൻ്റെ പദ്ധതിയുമായി ചേർന്നവർ നീങ്ങുകയുണ്ടായി. അത് നമ്മളും കൃഷിയിലേക്ക് എന്നതാണ്. 68 ഏക്കറയാണ് തരിശുനിലം കൃഷിയോഗ്യമാക്കിയത്. അങ്ങനെ കൃഷിയോഗ്യമാക്കുമ്പോൾ എന്താണത്? ആ ഭൂമി തന്നെ റീചാർജ് ചെയ്യപ്പെടുകയാണ്, അല്ലേ? ഇനി ഈ കേന്ദ്ര സർക്കാരിൻ്റെ ജലശക്തി മിഷൻ സൗത്ത് ഇന്ത്യയിൽ ഈ ഒരേ ഒരു പഞ്ചായത്തിനാണ് കിട്ടിയിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ 3 പഞ്ചായത്തുകൾക്ക് മാത്രമാണ് അത് കിട്ടിയിട്ടുള്ളത്. അതിലൊന്നാണ് കേരളത്തിലെ ഏക പഞ്ചായത്താണ്. അതാണോ ഒയാസിസ് അവിടെ നടത്താൻ പോകുന്ന പ്രവർത്തന രീതി, ശ്രീ ഹസ്കർ? അല്ല വേണു, ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഇപ്പോൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്ന പ്രശ്നം, ഒരു വസ്തുതയെ നിങ്ങൾ അപനിർമ്മിക്കുകയും ആ അപനിർമ്മിക്കപ്പെട്ടത് വസ്തുതയാണെന്ന് നിങ്ങളിങ്ങനെ പ്രഖ്യാപിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നിടത്താണ്. ഇന്ന് MB രാജേഷ് വളരെ വ്യക്തമായി കണക്കുകൾ സൂചിപ്പിച്ചപ്പോൾ ആ കണക്കുകൾ ശാസ്ത്രീയമായ പഠനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പറഞ്ഞു വച്ചിട്ടുള്ള കണക്കുകളാണ്. ആ കണക്കുകളും ഫെബ്രുവരി 17 അദ്ദേഹം നിങ്ങൾ മാധ്യമങ്ങളെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും ഒക്കെ വിളിച്ചിട്ടില്ലേ, ഒന്ന് കൂടെ പോയി ഇപ്പോൾ അവിടെ ജലസംഭരണി ഉപയോഗിച്ചുകൊണ്ട് മഴവെള്ള സംഭരണിയിൽ എങ്ങനെ മഴവെള്ളം സംരക്ഷിക്കപ്പെടുന്നു എന്നും അത് എങ്ങനെ പുനരുപയോഗിക്കുന്നു എന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വരണമെന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ബോട്ടിംഗ് അവിടെ നിന്ന് വെള്ളം കുപ്പിയിലെടുത്ത് കടത്തുന്ന പദ്ധതിയും
അഹല്യ എന്ന് പറയുന്ന ഈ പറയുന്ന ക്യാമ്പസും അവിടുത്തെ മഴവെള്ള സംഭരണിയും ഒരേ തരത്തിലുള്ള പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. വിസ്മയ പാർക്കുമായുള്ള താരതമ്യത്തിന്റെയും പരാതി അതാണ്. അല്ല, അതൊരു വാട്ടർ തീം പാർക്കാണ്, അതല്ല ഒയാസിസ്. അല്ല, നിശ്ചയമായി അതല്ല ഇതില് ഒയാസിസിന് അല്ലെങ്കിൽ ഇപ്പോ ഈ ഒയാസിസിന് നൽകേണ്ടത് അതിന്റെ പൂർണ്ണ സംഭരണ ശേഷിയിൽ പ്രവർത്തനം നടത്തി തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നൽകേണ്ടത് ഇപ്പോൾ പാലക്കാട് നഗരസഭയ്ക്കും നൽകുന്ന വെള്ളത്തിന്റെ 1.1% മാത്രമേ വരികയുള്ളൂ. അതാണല്ലോ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായി അത് വിശ്വസിക്കുക എന്നുള്ളതല്ലേ. നമുക്ക് വ്യവസായങ്ങൾ വന്നല്ലേ മതിയാകൂ. വ്യവസായങ്ങൾ വരുന്നതിന് ഈ വ്യവസായത്തെയും അതുവഴി കേരളത്തിലെ കൃഷിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി അങ്ങ് പറയുന്ന മന്ത്രിയുടെ ഈ വാക്കുകൾ വെച്ചുകൊണ്ട് പാലക്കാട് നഗരസഭയ്ക്ക് കൊടുക്കുന്ന കുടിവെള്ളത്തിന്റെ 1.1% മാത്രം മതി ഇവർക്ക് എങ്കിൽ, ഒയാസിസിന് വേണ്ടതെങ്കിൽ എന്ന് വെച്ചാൽ ഈ കിൻഫ്ര പദ്ധതിയിൽ കൊടുക്കുന്ന വെള്ളം തന്നെ മതി, അധിക വെള്ളം വേണ്ട. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന ഇവർ 5 ഏക്കറിൽ ഒരു മഴവെള്ള സംഭരണി വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ ഭൂമിയുടെ സ്വഭാവത്തെ മാറ്റുന്നതാണ്. ഈ പറയുന്ന 5 ഏക്കറിലെ മഴവെള്ള സംഭരണി എന്തിന്? ചോദ്യം 1. 2, സത്യൻ മൊകേരിയുടെ ലേഖനത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ശ്രീ ഹസ്കർ. ഇവിടെ 2015 ഉമ്മൻചാണ്ടിയുടെ ഒരു ഉത്തരവിൻ്റെ ബലം ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ ശ്രീ MP രാജേഷ്. ഈ കിൻഫ്രയ്ക്കും അതുപോലെ തന്നെ IITക്കും അല്ലേ 10 MLD കൊടുക്കുന്ന ആ കരാറ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നല്ലോ. ഈ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർച്ച നയപരമായി മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നത്, അതോ ഇതിനു മുൻപ് വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ തുടർച്ചയോ? സത്യൻ മൊകേരിയുടെ ലേഖനം അവസാനിക്കുന്ന ഭാഗമാണ്. 2008 എന്ന് വെച്ചാൽ ആരാ ഭരിക്കുന്നതെന്ന് അറിയാമല്ലോ അല്ലേ? 2008 തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്താണ് മദ്യക്കമ്പനി തുടങ്ങുന്നതിനായി പ്രാഥമിക അനുമതി നൽകിയിട്ടുള്ളത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അനുമതി നിഷേധിച്ചപ്പോൾ പ്രത്യേകമായ അനുമതിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഹസ്കറെ, ഉമ്മൻചാണ്ടിയെ കോട്ട് ചെയ്യുമ്പോൾ VS സർക്കാരിൻ്റെ ഈ പറയുന്ന നിർണായകമായ ഈ നിയമമുണ്ടല്ലോ, അതെന്തിലൂന്നി നിന്നുകൊണ്ടായിരുന്നു എന്നത് ആരാണ് മറക്കുന്നത്? ജലം അസംസ്കൃത വസ്തുവായ ഒരു വ്യവസായവും അനുവദിക്കപ്പെട്ടുകൂടാ എന്ന് പ്ലാച്ചിമടയെ ചൂണ്ടിക്കൊണ്ട് VS പറഞ്ഞ കാര്യം, അതിൻ്റെ അടിസ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നയപരമായ തീരുമാനമല്ലേ ഇവിടെ എടുത്തിരിക്കുന്നത്? അല്ല വേണു, അതിനെ അങ്ങനെ നിങ്ങൾ വിശദീകരിച്ച് കാണുന്നിടത്താണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളത്. ഇപ്പോൾ CPIയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPI നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന ചില പൂച്ചയുടെ സ്വഭാവമാണ് CPIക്കുള്ളത്. 3 നേരം നല്ല വൃത്തിയായി മൃഷ്ടാനം ഭക്ഷണം കഴിക്കുകയും പതുപതുത്ത സോഫയിൽ കയറി കിടക്കുകയും ചെയ്യുന്ന ആ പൂച്ച ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആ വീട്ടുടമസ്ഥനെ മാന്തുന്ന സ്വഭാവമുണ്ട്. അതാണ് CPI ഇപ്പോൾ കാണിക്കുന്നത്. CPIയുടെ മന്ത്രിമാർ കൂടി ചേർന്നിരുന്ന് തീരുമാനമെടുത്തിട്ട് ഇതിപ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ല, പ്രതിപക്ഷത്തിൻ്റെ വാക്കുകൾക്കൊപ്പം അവർക്ക് വളം വെച്ച് കൊടുക്കുന്ന തരത്തിൽ CPI പറയാൻ പാടില്ല. CPIയുടെ രാഷ്ട്രീയ മര്യാദയെ സംബന്ധിച്ചാണ് ഞാനിത് പറഞ്ഞത്. അതിനപ്പുറം പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്. ഇത് എങ്കിലും പറഞ്ഞു പോകാതിരിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ജലചൂഷണം നടത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഈ പദ്ധതി, അല്ലെങ്കിൽ അവിടെ നിന്ന് വെള്ളം ബോട്ടിൽ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ആശങ്കകൾക്ക് അസ്ഥാനമാണ്. കാരണം നമ്മുടെ പാലക്കാട് മലമ്പുഴ ഡാമിലെ ജലസംഭരണിയും അവിടെ നിന്ന് കർഷകർക്ക് കൊടുക്കുന്ന 10 ദശലക്ഷം ലിറ്റർ വെള്ളത്തെ സംബന്ധിച്ചും വളരെ കൃത്യമായി കണക്കുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ സഖാവ് MP രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ നേരത്തെ സ്ഥാനാർത്ഥിയായി നിന്ന് തോറ്റ ശേഷം കൊടുത്തൊരു അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങൾ ശ്രീ ജോസഫ് സി മാത്യു വായിച്ചത് അങ്ങ് ഓർക്കുന്നുണ്ടാകുമല്ലോ. 6000 ബോർവെല്ലിന്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിന്റെ പല പദ്ധതികളും നടപ്പാക്കപ്പെടാതെ പോയത് എത്രമാത്രം അവിടെ ഈ ഭൂഗർഭ ജലവിധാനം കുറഞ്ഞതുകൊണ്ടാണ്. 3 കിണർ കുഴിച്ചാൽ കിട്ടാത്തതാണ് എന്ന് അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത്രയും കാലാവസ്ഥാ വ്യതിയാനം, ആവർത്തിച്ചുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഇതിനെല്ലാം വിധേയമായിരിക്കുന്ന കേരളത്തിൽ പാലക്കാട് പെട്ടെന്ന് കാര്യങ്ങൾ മാറിയെന്നാണോ? അങ്ങനെ വേണു, നമുക്ക് ഈ ആഗോളതാപനത്തെ തുടർന്ന് ലോകത്താകമാനം കാലാവസ്ഥാ വ്യതിയാനമുണ്ട്. അതുകൊണ്ട് ലോകത്ത് ഒരു വ്യവസായം ഇനി ചെയ്യാൻ പാടില്ല, വ്യവസായങ്ങൾ ഇനി തുടങ്ങാനേ പാടില്ല എന്നൊരു നിലപാടിലേക്ക്. അല്ലല്ല, അങ്ങ് പറഞ്ഞു MP രാജേഷിന്റെ കണക്ക് എന്ന്. MP രാജേഷിന്റെ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രീ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിനാണ് എനിക്ക് മറുപടി വേണ്ടത്. അല്ല, അത് ഞാനും കേട്ടു.
ഞാനും അത് കേട്ടു വേണു. അതിൽ ആ കണക്കുകളെ സംബന്ധിച്ചിടത്തോളം അത് ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എലപ്പുള്ളിയുടെ കാര്യം മാത്രമല്ല അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർലമെൻറ്റ് മണ്ഡലത്തിലെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പദ്ധതികളെ സംബന്ധിച്ചാണ് ഉപേക്ഷിക്കേണ്ടി വന്നതിൻ്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പാലക്കാട് ആകമാനം ജലദൗർലഭ്യമുള്ള ഒരു പ്രദേശമായി നമുക്ക് അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയില്ല. നാവ് സത്യം പറയുമല്ലോ ചില സമയങ്ങളിൽ. എം പി രാജേഷ് പറഞ്ഞു വരുന്ന ഭാഗത്ത് കേട്ടോണം, ഇതിനേക്കാൾ കുറച്ചുകൂടി വെള്ളത്തിന് ക്ഷാമമുള്ള പ്രദേശത്താണ് അഹല്യ നിൽക്കുന്നത്. കേട്ടോണം, ഇതിനേക്കാൾ കുറച്ചുകൂടി വെള്ളത്തിന് ക്ഷാമമുള്ള പ്രദേശമാണ്. അതുപോലെ ഒരു സെക്കൻഡ് 24 കോടി ലിറ്റർ വെള്ളം അവിടെ സംഭരിക്കുന്നുണ്ട്. ഈ വടകരപ്പതി എന്ന് പറഞ്ഞാൽ എലപ്പുള്ളി പോലെയല്ല, വടകരപ്പതി ചിറ്റൂർ താലൂക്കിലാണത്. രൂക്ഷമായിട്ടുള്ള വെള്ളക്ഷാമം ഉണ്ടായിരുന്നൊരു സ്ഥലമാണത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാവ് ചില സ്ഥലങ്ങളിലൊക്കെ സത്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാലാവസ്ഥ വ്യതിയാനം പറയുകയാണ്, അയ്യോ ഈ വടകരപ്പതി ചിറ്റൂർ താലൂക്കിലാണ്, അവിടെ മാത്രം മതി ഈ പറയുന്ന രൂക്ഷമായ ജലക്ഷാമം, ഒയാസിസ് വരുന്നത് കൊണ്ട് എലപ്പുള്ളിയിൽ വേണ്ട എന്ന് കാലാവസ്ഥാ വ്യതിയാനം തീരുമാനമെടുത്തിട്ടുണ്ടോ? ആ ഉറപ്പിലാണോ മന്ത്രിയുടെ കണക്കുകൾ നിൽക്കുന്നത്? വേണു, നമുക്ക് ഇപ്പോൾ കാലാവസ്ഥയെ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളുടെ ഒരു പരിസമാപ്തിയിലേക്ക് ഇപ്പോൾ എത്തിക്കാനാവില്ല. പക്ഷേ ഈ പദ്ധതിയെ സംബന്ധിച്ച് ഇന്നുവരെ പറഞ്ഞിട്ടുള്ള മുഴുവൻ ആരോപണങ്ങളും കള്ളമാണെന്ന് തെളിയുകയാണ്. ഭൂഗർഭജലം ഒരു തുള്ളി പോലും എടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ എങ്ങനെ ജലം കണ്ടെത്തും എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റാസിന്റെ പിൻബലത്തിൽ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ബോധ്യപ്പെടുന്നില്ല. 5 ഏക്കറിലെ മഴവെള്ള സംഭരണി എന്തിനാണ്? ഇപ്പൊ തന്നെ പാലക്കാട് കൊടുക്കുന്ന കുടിവെള്ളത്തിന് 1.1% മതിയല്ലോ. എന്തുകൊണ്ട് അല്ല, ജലം വീണ്ടും അവിടെ പൂർണ്ണ തോതിൽ സംഭരിക്കുക എന്ന പരമപ്രധാനമായ ഉദ്ദേശം കൂടിയുണ്ട്. ഒരു തുള്ളി ജലം പോലും നഷ്ടപ്പെടരുത് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ജലത്തിൻ്റെ അവകാശത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചിന്ത കൂടി അക്കാര്യത്തിലുണ്ട്. ആ ഡീപ് പ്രോജക്റ്റിൽ തന്നെ, ഒയാസിസ് കൊടുത്തിട്ടുള്ള പ്രോജക്റ്റിൽ തന്നെ ഈ 5 ഏക്കറിൽ ജലസംഭരണി ഉണ്ടാക്കും, മഴവെള്ള സംഭരണി ഉണ്ടാക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ തന്നെ ഉറപ്പ് കൊടുത്തിട്ടുള്ളതല്ലേ. അപ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായി അത്തരത്തിൽ മഴവെള്ള സംഭരണി വരുമ്പോൾ സ്വാഭാവികമായും അതുകൊണ്ട് ലഭിക്കുന്ന ജലത്തിൻ്റെ സ്രോതസ്സുകളിൽ ഒരു തരത്തിലൊരു പിശകുണ്ടാവാൻ പോകുന്നില്ല. ഇനി എന്തെങ്കിലും പിശകുണ്ട്, ഇതിപ്പോൾ പദ്ധതി തത്വത്തിൽ മാത്രമാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുള്ളത്. അതും നമുക്ക് പഠിക്കാന്നേ. അതിനെ സംബന്ധിച്ച് പ്രകൃതിയിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകും അതും പഠിക്കുന്നതിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഫെബ്രുവരിയിൽ 17-ാം തീയതി ഈ എം പി രാജേഷ് ആരെ വിളിച്ചില്ലെങ്കിലും, തുറന്ന ക്ഷണക്കത്താണ്, ആരെ വിളിച്ചില്ലെങ്കിലും ബിനോയ് വിശ്വത്തെയും സത്യൻ മൊകേരിയെയും വിളിക്കാൻ അദ്ദേഹം മറക്കരുതെന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഞാൻ ജിൻഡോയുടെ അവസരം നേരത്തെ കളഞ്ഞിരുന്നില്ല, അങ്ങേക്ക് കേൾക്കാൻ പറ്റാതെ പോയതാകും. എന്തായാലും 5 വാദങ്ങളും പൊളിഞ്ഞു പോയി എന്നാണ് അരുൺ പറയുന്നത്. മറുപടി വേണു, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചോളാം. ഒന്നാമത്തത് ഹസ്കർ പറഞ്ഞ നിരീക്ഷണം ഞാൻ വളരെ കൗതുകത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. കാരണം കേരളത്തിലെ CPM കഴിഞ്ഞാൽ ഈ പറഞ്ഞ LDF സർക്കാരിലെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള CPIക്ക് ഈ നന്നായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ല പട്ടുമത്തയിൽ കിടക്കുമ്പോഴുണ്ടാകുന്ന ആ മാന്തുന്ന സ്വഭാവമാണെന്ന് പറഞ്ഞതിന് മറുപടി ബിനോയ് വിശ്വവും സത്യം മൊകേരി അടക്കമുള്ള CPM നേതാക്കന്മാർ പറയട്ടെ. അതിൽ ആർജവമുള്ള ആരെങ്കിലും CPIയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സഹയാത്രികർക്ക് ഇടതുബോധം എന്താണെന്ന് അവർ പറഞ്ഞു കൊടുക്കട്ടെ. അതിനപ്പുറം ഞാനൊന്നും പറയുന്നില്ല. ഇനി അതിനപ്പുറത്ത് ഒരു കാര്യം, ഈ കിൻഫ്ര വഴി വെള്ളം കൊടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രിമാർ പറയുന്നത് കേട്ടു. ഇപ്പോഴും അതിൽ നിന്ന് പതുക്കെ പുറകോട്ട് പോയി. കിൻഫ്ര വഴി വ്യവസായങ്ങൾക്ക് കൊടുക്കുന്നത് അവരുടെ മറ്റ് പല ആവശ്യങ്ങൾക്കുമാണ്, കുടിക്കാനും മറ്റു പല കാര്യത്തിനുമാണെന്നൊക്കെ ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ച ആളുകൾക്കോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി കിൻഫ്ര വഴി വെള്ളം കൊടുക്കുന്നത് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എന്നുള്ള ബോധ്യം കൂടി അരുൺകുമാറിന് ഉണ്ടാകേണ്ടതാണ്. പിന്നെ ഞാൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യം അരുൺകുമാർ വിട്ടുപോയെന്ന് തോന്നുന്നു. നിങ്ങൾ വിസ്മയ പാർക്ക് നടപ്പാക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് പാലക്കാട് ജില്ലയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് അത്തരത്തിലുള്ള ഒരു മഴവെള്ള സംഭരണി നിർമ്മിച്ചുകൊണ്ട് അവിടുത്തെ സാധാരണ മനുഷ്യരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്? അടുത്ത താങ്കൾ പറയുന്നത് എന്താ, ഈ പറഞ്ഞ മദ്യം വാങ്ങുന്നവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ഹൈക്കോടതി വിധിയുണ്ടെന്ന്. കേരളത്തിൽ എത്ര ബിവറേജ് ഔട്ട്ലെറ്റുകൾ അത്ര സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ടെന്നും കൂടി അരുൺകുമാർ ഒന്ന് പറയണം. നമ്മളൊക്കെ കേരളത്തിൽ പൊതുവഴിയിലൂടെ യാത്ര ചെയ്യുന്നല്ലേ, ബിവറേജ് ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ എത്രത്തോളം സുഖ സൗകര്യങ്ങളാണ് ബിവറേജിൽ മദ്യം വാങ്ങി സർക്കാരിനെ പരിപോഷിക്കുന്ന മദ്യപാനികൾക്ക്
കൊടുത്തിട്ടുള്ളത് കൂടി നിങ്ങൾ പറയണം. നിങ്ങൾ എല്ലാ ഹൈക്കോടതി വിധി നടപ്പാക്കുന്ന ആളുകളാണല്ലോ. പിന്നെ നിങ്ങൾ മദ്യ കമ്പനിക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് 2 വർഷമായിട്ട് ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. മലബാർ ഡിസ്റ്റിലറിയുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് 2 വർഷമായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ പാലക്കാട് ജില്ലയിലെ കുടിവെള്ളക്ഷാമം കുറെ കൂടി രൂക്ഷമാക്കുന്ന രീതിയിൽ എലപ്പുള്ളിയിൽ ഇങ്ങനെ ഒരു മദ്യ കമ്പനിക്ക് ലൈസൻസ് കൊടുക്കുന്നത്. അടുത്തത് താങ്കൾ പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവ് ഇന്ന് പുറത്തുവിട്ട രേഖകളൊക്കെ ക്യാബിനറ്റോട്ടൊക്കെ വെബ്സൈറ്റിലുണ്ടല്ലോ എന്ന്. ഞാൻ ചോദിക്കട്ടെ, അന്ന് മുഖ്യമന്ത്രി അനുമതിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ധനകാര്യ വകുപ്പിന്റെ പരിശോധനയും അന്വേഷണം നടത്തിയിരുന്നോ? വ്യവസായ വകുപ്പിന്റെ പരിശോധനയും അന്വേഷണം നടത്തിയിരുന്നോ? വകുപ്പ് മന്ത്രിയുടെ വകുപ്പിന്റെ അന്വേഷണം നടത്തിയിരുന്നോ? തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അന്വേഷണവും പരിശോധനയും നടത്തിയിരുന്നോ? ഒന്നും നടത്തിയില്ലല്ലോ. MP രാജേഷും മുഖ്യമന്ത്രിയും കൂടി തമ്മിൽ കൂടിയാലോചിച്ച് അത് ക്യാബിനറ്റിൽ വെക്കുന്നു, അത് അംഗീകരിക്കുന്നു. അതിനപ്പുറത്ത് CPI എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ 2ാമത്തെ പ്രധാനപ്പെട്ട ഈ മുന്നണിയിലെ പാർട്ടിയുടെ നേതാക്കന്മാരെ പോലും ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ മുൻ പ്രതിപക്ഷ നേതാവിന്റെയും നേരെക്കുള്ള ആക്ഷേപം നിർത്തിയിട്ട് നിങ്ങൾ അതിനല്ലേ മറുപടി പറയേണ്ടത്. ഇനി അതിനപ്പുറത്ത് നിങ്ങളുടെ ക്യാബിനറ്റ് നോട്ടിൽ എന്താ പറയുന്നത്? ഈ ഒയാസിസ് കമ്പനി വളരെ മികച്ച കമ്പനിയാണെന്ന്. കുറെ കാലം മുമ്പ് ഇത്തരത്തിൽ പല കമ്പനികളെ കുറിച്ചിട്ട് കേരളത്തിൽ കേട്ടിട്ടുണ്ട്. സ്പ്രിംഗ്ലർ ഡാറ്റ കച്ചവടം നടത്തിയ കമ്പനിയായിരുന്നു, വളരെ മികച്ച കമ്പനിയായിരുന്നു. അതുപോലെ പ്രസാദിയോ AI ക്യാമറയിലെ തട്ടിപ്പ് നടത്തിയ കമ്പനിയായിരുന്നു. അതുപോലെ ലാവ്ലിൻ 374 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കമ്പനിയായിരുന്നു. പിന്നെ ഒരു കമ്പനിയുണ്ട് സാൻ ഫാർമ, കോവിഡ് കാലത്ത് നമ്മളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് പണം കൈമാറ്റം ചെയ്ത തട്ടിപ്പ് കമ്പനിയായിരുന്നു. പിന്നെ ഒന്ന് മാസപ്പടി വാങ്ങുന്ന എക്സാലോജിക് കമ്പനി, അതൊക്കെ നല്ലതായിരുന്നു. ഇനി എന്താ മണിയാറിലെ വൈദ്യുതി കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇനിയും അനുമതി കൊടുക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയും പോലും അറിയാത്ത രീതിയിൽ, അറിയുന്നതിനേക്കാൾ അപ്പുറത്ത് മുഖ്യമന്ത്രി പറയുന്ന ഈ കാർബറണ്ടം കമ്പനി, അതൊക്കെ മികച്ച കമ്പനിയാണ്. ഒയാസിസ് വളരെ നല്ല കമ്പനിയാണ്. ഊരാളുങ്കൽ, PWC, അതുപോലെ യൂണിറ്റാക്ക്, ലൈഫ് മിഷനിൽ തട്ടിപ്പ് നടത്തിയത്, ഇത്തരം കമ്പനികളൊക്കെ കേരളത്തിൽ പിണറായി വിജയന്റെ കാലത്ത് നല്ല കമ്പനികളായിരിക്കും. ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ക്യാബിനറ്റിൽ നോട്ടെഴുകി അവരുടെ PR ഏജൻസി പോലെ പ്രവർത്തിച്ചപ്പോൾ അവർ ഹരിയാനയിലും പഞ്ചാബിലും അവിടുത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ മാലിന്യം കലർത്തിയതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഡൽഹി മദ്യനയ കേസിൽ ഇതിന്റെ മുതലാളി ജയിലിൽ കിടന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നോ? അതൊക്കെ അറിഞ്ഞിട്ടാണോ ഈ കമ്പനിക്ക് നിങ്ങൾ പ്രത്യേക താല്പര്യത്തിൽ ലൈസൻസ് കൊടുത്തത്? ഈ കമ്പനി കേരളത്തിൽ വന്നിട്ട് ചെയ്തത് തന്നെ ഒരു തട്ടിപ്പാണ്. ആ പ്രദേശവാസികളെ കോളേജ് തുടങ്ങുമെന്ന് പറഞ്ഞ് പറ്റിച്ച് ഭൂമി വാങ്ങിയിട്ട് അത് മദ്യ കമ്പനിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഒന്നാമത്തെ നാട്ടുകാരെ പറ്റിച്ചു. 2 ജലസേചന വകുപ്പിനെ പറ്റിച്ചില്ലേ? വാട്ടർ അതോറിറ്റിയെ പറ്റിച്ചില്ലേ? ഇല്ലേ? അവരെന്തിനാ വേണ്ടിയിട്ട് ലൈസൻസ് എടുത്തത്? എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇവിടെ നിങ്ങൾ പറയുന്നത് ജലചൂഷണം ഉണ്ടാകില്ല, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉപയോഗിക്കും എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. കപ്പയ്ക്ക് വില കൂടും, കർഷകർക്ക് ഗുണമുണ്ടാകുന്ന. നിങ്ങൾ ആദ്യം പറഞ്ഞത് സീറോ വേസ്റ്റേജ് എന്നാ. ഈ കപ്പയിലൂടെ മദ്യം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് എക്സൈസ് വകുപ്പ് മന്ത്രി മറ്റ് ഒയാസിസ് കമ്പനിയുടെ മുതലാളിയും കൂടി തിന്നു തീർക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ ലോകത്തിൽ അങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ CPM-കാർ കൊണ്ടിരുന്ന കമ്പനിക്ക് മാത്രം സീറോ വേസ്റ്റേജ് ആണ്, കുടിവെള്ളം ആരുടെ ഉപയോഗിക്കില്ല, മഴവെള്ള സംഭരണിയിലൂടെയാണ് വെള്ളം കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ കുടിവെള്ളം മുട്ടുന്ന മനുഷ്യരോട് കൂടി ഇതൊന്നും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നിങ്ങളുടെ MP രാജേഷ് അവതരിപ്പിക്കുന്ന കണക്കുകളൊന്നും അദ്ദേഹം മുൻകാലങ്ങളിൽ പറഞ്ഞ കണക്കുകളുമായിട്ട് ഒരു രീതിയിലും യോജിക്കുന്നില്ല എന്നുകൂടി അരുൺകുമാറിനെ ഓർമ്മിപ്പിക്കുക. ശരി, ശ്രീ ജോസഫ് സി മാത്യു, ഇവിടെ 10 ഘട്ട പരിശോധന നടക്കുന്നു, 14 മാസം എടുത്തു എന്ന് ഇന്ന് MP രാജേഷ് പറയുകയാണ്. രേഖകളാണല്ലോ ഈ പറയുന്ന ഫയൽ മൂവ്മെന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതുമാണ്. അപ്പോൾ ഇതിലൊരു അനാവശ്യമായ തിടുക്കമില്ല എന്ന വാദത്തിന് അത് ബലമേകുന്നുണ്ടോ? കൂടാതെ ഈ പറയുന്ന CPIയെ പറ്റി ഇവിടെ ശ്രീ ഹസ്കർ മനോഹരമായി പറയുകയുണ്ടായി. അവരത് കേൾക്കണ്ടേ ശ്രീ ജോസഫ് സി മാത്യു? കാരണം ഒരു മന്ത്രിസഭയിൽ ഇവരൊക്കെ പിന്നെ എന്ത് ചെയ്യുകയായിരുന്നു? ഇന്ന് കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട് ഈ മന്ത്രിസഭാ യോഗത്തിലെ കാര്യങ്ങൾ. ഭൂഗർഭജലം ആരാണ് പറഞ്ഞത്? ആരായിരിക്കും പറയുക? ഞാൻ അനുഭവസ്ഥനല്ലേ, അതുകൊണ്ട് അത് പറഞ്ഞു. അപ്പോൾ ഇതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല ഈ മന്ത്രിമാർ. മന്ത്രിസഭയിൽ ഒന്നും പറയാതിരുന്നിട്ട് കിസാൻ സഭയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണോ സത്യൻ മൊകേരിയെ കൊണ്ട്? അതും ഈ ബിനോയ്ക്ക് നേരിട്ട് പറയാനുള്ള ആർജവം ഇല്ലാത്തത് കൊണ്ട് ഈ സത്യൻ മൊകേരിയെ കൊണ്ട് ലേഖനം എഴുതിച്ചാണോ ഈ മുറുമുറുപ്പ് കാണിക്കുന്നത്? അങ്ങനെയെങ്കിൽ ശ്രീ ഹസ്കർ പറഞ്ഞ വിമർശനം അവർക്ക് അർഹിക്കുന്നത് തന്നെയല്ലേ? തീർച്ചയായിട്ടും മന്ത്രിമാർക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളതാണ്. അവർ എല്ലാ കക്ഷികളും കൂടെ ചേരുന്ന മന്ത്രിസഭ എടുത്ത തീരുമാനമാണ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം, ഇത് വരേണ്ട രീതിയിലല്ല വരുന്നത്. ഈ മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ ലാവ്ലിൻ്റെ കേസ് വന്ന സമയത്ത് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കുന്ന സമയത്ത് അന്ന് VS പറഞ്ഞു സാങ്ഷൻ കൊടുത്തിരിക്കുന്നു, പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പിന്നീട് പറയാം എന്ന് പറഞ്ഞ വിഷയം നമുക്കറിയാം പത്രസമ്മേളനത്തിൽ. അതായത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഒരാൾക്കും അവിടെ ഒരു വിരുദ്ധ അഭിപ്രായം പറയാൻ പറ്റില്ല. ഏക അഭിപ്രായത്തിൽ എടുക്കേണ്ട തീരുമാനമാണ് അവിടുത്തെ. പറഞ്ഞാലും എടുക്കുന്ന തീരുമാനം കൂട്ടുത്തരവാദിത്വത്തോടു കൂടി ഒന്നിച്ചെടുക്കുന്ന തീരുമാനമാണ്. അപ്പോൾ ഈ നയരൂപീകരണ സമിതികളിൽ ഇത് ചർച്ച ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ ക്യാബിനറ്റിലേക്ക് വരേണ്ടത്. അത് അവിടുത്തെ മന്ത്രിമാർ അവിടെ വെച്ച് തന്നെ പറയേണ്ടതായിരുന്നു. ഇത് LDF ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാമെന്ന് പറയേണ്ടതായിരുന്നു. അതിനുള്ള ആർജവം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്.
പക്ഷേ ഇവിടെ നടക്കുന്നത് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഓർഡർ തെറ്റിച്ച് ക്യാബിനറ്റിൽ കൊണ്ടുവന്നങ്ങ് പാസ്സാക്കുകയും അതിനുശേഷം ന്യായീകരിക്കാൻ ഇവരെല്ലാവരും നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദി ലീഡർ ഓഫ് ദി മജോറിറ്റി പാർട്ടി ബിക്കംസ് ദി CM എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഒരു കൊയിലിഷനാണ് ഇവിടെ ഭരിക്കുന്നത്. ഇവർക്ക് നയം രൂപീകരിക്കുന്ന കാര്യം, പിന്നെ നേരത്തെ ഇവിടെ അരുൺകുമാർ പറഞ്ഞതുപോലെ ഒരു നയം നേരത്തെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അതിനു മുമ്പ് നമ്മളോട് അതിനു മുമ്പ് നമ്മളോട് പറഞ്ഞത് മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരുന്നതായിരുന്നു. അത് കഴിഞ്ഞ് നയത്തിൽ മാറ്റം വന്നു, നയം പ്രഖ്യാപിക്കപ്പെട്ടതാണ്. പക്ഷേ നയം പ്രഖ്യാപിക്കപ്പെടുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനു മുമ്പ് ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞല്ലോ, രമേശ് ചെന്നിത്തല ആരെയൊക്കെ കണ്ടു, മഹാരാഷ്ട്രയിലെ ഇവരെ കണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന്. അതുപോലെ തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ സൗത്ത് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കവിത ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ ഡയമണ്ട് ജൂബിലിക്കും മറ്റുമൊക്കെ വന്നപ്പോൾ തിരുവനന്തപുരത്ത് എവിടെയാണ് താമസിച്ചത്? അവർക്ക് ഈ നയം മാറ്റവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതും കൂടി അന്വേഷിക്കേണ്ട കാര്യമല്ലേ? ഇത് ഈ രാജ്യത്ത് നയമാറ്റത്തിൽ എങ്ങനെയാണ് ഇടപെട്ടതെന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലും കൂടി. രണ്ടാമത് നയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ധാന്യേതര വിഭവങ്ങൾ കൊണ്ട് ബിയർ ഉണ്ടാക്കുന്നത് പ്രോത്സാഹിപ്പിക്കുമെന്നാണ്. പിന്നെ ധാന്യങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുവരുമെന്ന് എങ്ങനെയാണ് ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം കൊടുക്കുന്നത്? എന്തിനാണ് ധാന്യേതര എന്ന് എടുത്തു പറഞ്ഞത്? എന്തിനാണ്? കാരണം CPM ഒരു നയമുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ ധാന്യങ്ങൾ ഉപയോഗിച്ച് എത്തനോൾ ഉണ്ടാക്കുന്നതിനെതിരെ ശക്തമായ നിലപാടെടുത്തതാണ് അഖിലേന്ത്യാ തലത്തിൽ CPM. അപ്പം നയത്തിൽ അത് ഒന്ന് പറയുകയും മറിച്ച് നടപ്പാക്കുകയും ചെയ്യുന്ന പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ വേണു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. മന്ത്രി ഇന്ന് പറയുന്നത്, മന്ത്രി ഗോൾ പോസ്റ്റ് മാറ്റി കളിക്കുകയാണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ച് ഇവിടെ ആർക്കും ഒരു സംശയവുമില്ല. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അഹല്യയിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്, എളപ്പള്ളിയിൽ പല ഭാഗത്തും നടക്കുന്നുണ്ട്, ഇനിയും നടക്കേണ്ടതുണ്ട്. അത് കണ്ട് ആനന്ദിക്കാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതല്ല, മഴനിഴൽ പ്രദേശത്ത് സംസ്ഥാനത്തെ ഒരു ഡ്രൗട്ട് മാപ്പ് SDMA പുറപ്പെടുവിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. അങ്ങനെ റെഡ് സോണിൽ പെടുന്ന പ്രദേശത്ത് നിന്ന് വെള്ളം പുറത്തേക്ക് കുപ്പിയിൽ കടത്തുന്ന ഒരു വ്യവസായം, ആ വ്യവസായം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മളൊരു സിനിമയ്ക്കകത്ത് പറയുമല്ലോ, താക്കോൽ എൻ്റെ കയ്യിലല്ലേ, അവിടെ വെച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ്. മഴവെള്ളമല്ലേ ആയുള്ളൂ, ഞങ്ങൾ ഗ്രൗണ്ടിലോട്ട് വിട്ടില്ലല്ലോ, ഗർഭത്തിലെത്തിയില്ലല്ലോ, അതുകൊണ്ട് ഭൂഗർഭ ജലത്തെ തൊട്ടിട്ടില്ല എന്ന് പറയുന്നത് ആരെ പറ്റിക്കാനാണ്? ഈ മഴ മുഴുവൻ ഉള്ള മഴ പെയ്തിട്ടും അത് ഭൂഗർഭത്തിലേക്ക് പോയിട്ടും അവിടുത്തെ കുഴൽക്കിണറുകളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു പഞ്ചായത്തിൽ 6000 കുഴൽക്കിണറെന്ന് പറഞ്ഞാൽ, അധികൃത അംഗീകാരമുള്ള കുഴൽക്കിണറെന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലും കുഴൽക്കിണറാണെന്ന് നിങ്ങൾ ഓർക്കണം. അങ്ങനെ കുടിവെള്ളത്തിനെ ബാധിക്കുന്നിടത്ത് വെള്ളം കുടിക്കാനുള്ളതാണോ കുപ്പിയിലാക്കി വിൽക്കാനുള്ളതാണോ എന്നുള്ള ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ LDFും ബഹുമാനപ്പെട്ട മന്ത്രിയും മറുപടി പറയേണ്ടത്. ശരി, ശ്രീ ജോസഫ് സി മാത്യു സാർ ആദ്യഘട്ടത്തിൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നേ, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഊന്നി എന്നുള്ള ചോദ്യങ്ങളാണത്. അതിന് അങ്ങ് മറുപടി പറഞ്ഞില്ല, സമയവും കുറവാണ്. അരുൺ വേഗം ജിൻഡോയ്ക്കെങ്കിലും മറുപടി നൽകണം. ഒറ്റ കാര്യം കൂടി. ശരി, അരുൺ പറഞ്ഞോളൂ. ഞാൻ ആ 16(1) ഉത്തരവിന്റെ ഒരു വരി വായിക്കാം. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഓയിൽ കമ്പനികൾ വിളിച്ച ടെൻഡറിൽ എഥനോൾ ഉൽപാദനത്തിന് പരിചയസമ്പന്നരായ സംരംഭകരുടെ ലിസ്റ്റിൽ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് മാത്രമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതെന്നും ഇതുപോലുള്ള പ്രോജക്റ്റ് ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 20 വർഷമായി നടത്തി വിജയിച്ച പരിചയസമ്പന്നത, സാങ്കേതിക പ്രാവീണ്യം എന്നിവ കൊണ്ടാണ് ഒയാസിസ് ഗ്രൂപ്പിനെ ഓയിൽ കമ്പനികൾ കേരളത്തിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ആര് പഞ്ചാബ് ഭരിക്കുമ്പോഴാണ് അവർക്ക് അനുമതി കൊടുത്തത്? കോൺഗ്രസ് പഞ്ചാബ് ഭരിക്കുമ്പോ. അതുപോലെ ഹരിയാനയിൽ അവർക്ക് അനുവാദം കൊടുത്തത് ആര് ഭരിക്കുമ്പോഴാ? കോൺഗ്രസ് ഭരിക്കുമ്പോ. രാജസ്ഥാനിൽ അവർക്ക് അനുവാദം കൊടുത്തത് ആര് ഭരിക്കുമ്പോഴാ? കോൺഗ്രസ് ഭരിക്കുമ്പോ. മധ്യപ്രദേശിൽ അവർക്ക് അനുവാദം കൊടുത്തത് എപ്പോഴാ? കോൺഗ്രസ് ഭരിക്കുമ്പോ. ഉത്തർപ്രദേശിൽ മാത്രമാണ് BJP ഭരിക്കുമ്പോൾ കൊടുത്തത്. 5 സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് അനുമതി കൊടുക്കാം, ഒയാസിസിനെ എടുത്ത് തലയിൽ വെക്കാം, എല്ലാ അനുവാദവും കൊടുക്കാം. എന്നിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ തണ്ണീർത്തട നിയമത്തിന്റെ പരിധിയിൽ എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ തണ്ണീർത്തട നിയമത്തിന്റെ പരിധി ഇവിടെ പ്രാരംഭ അനുമതി മാത്രമാണ്. 3 വർഷത്തിനുള്ളിൽ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസുകൾ ഹാജരാക്കിയാൽ മാത്രമേ ഈ കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. ഇത് പ്രാരംഭ അനുമതി. നമുക്കറിയാലോ, ഇവിടുത്തെ നിയമപ്രകാരം കൊടുക്കുന്ന നിയമപ്രകാരം കൊടുക്കുന്ന പ്രാരംഭ അനുമതി മാത്രമാണ്. ശരി, വേഗം ജിൻഡോ. അല്ല അരുണിന്റെ ശക്തമായ ഒരു ആർഗ്യുമെന്റ് ആയതുകൊണ്ട് ജിൻഡോ വേഗം. ഈ ഒയാസിസ് കമ്പനിക്ക് ഈ ഒയാസിസ് കമ്പനിക്ക് പ്രാഥമിക ലൈസൻസ് കൊടുത്തതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ബോട്ട്ലിംഗ് പ്ലാന്റിന് വേണ്ടിയിട്ടല്ലേ? പൊതുമേഖല എണ്ണ കമ്പനികൾക്ക് എത്തനോൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ബോട്ട്ലിംഗ് പ്ലാന്റ് ആണ്, അല്ലേ?
അവര് മദ്യ കമ്പനിയാണ്. അവര് മദ്യം ഉണ്ടാക്കാനാണ് വരുന്നത്. സംരംഭങ്ങൾ ആരംഭിക്കാൻ അല്ല, ഹരിയാനയെ കൊടുക്കാം, പഞ്ചാബിൽ കൊടുക്കാം, നിങ്ങൾക്ക് രാജസ്ഥാനിൽ കൊടുക്കാം, മധ്യപ്രദേശിൽ കൊടുക്കാം. ഇവിടെ എത്തനോൾ കൊടുക്കാനല്ല ലൈസൻസ്. പൊതുമേഖല എണ്ണ കമ്പനികൾക്ക് എത്തനോൾ ബോട്ടിലിംഗ് പ്ലാന്റ് ആണ് ആദ്യത്തെ യൂണിറ്റ്. കുപ്പിയിലാക്കി മദ്യം വിൽക്കലാണ് ആദ്യത്തെ പരിപാടി. കുപ്പിയിലാക്കി മദ്യം വിൽക്കലാണ് ആദ്യത്തെ പരിപാടി. നിങ്ങൾ കൊടുത്ത പ്രാഥമിക ലൈസൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിടത്തും IMFL-ന് വേണ്ടിയിട്ടല്ല അനുമതി കൊടുത്തിരിക്കുന്നതെന്ന്. അരുൺ അതിന് മറുപടി എഥനോൾ പ്ലാന്റിനാണ് അനുമതി എന്ന്. അരുൺ എഥനോൾ പ്ലാന്റിനാണ് അനുമതി എന്നാണ് പറയുന്നത്. എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസും അല്ല, ഞാൻ പറയട്ടെ, 3 വർഷത്തിനുള്ളിൽ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് ഹാജരാക്കിയാൽ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസിംഗ് റൂൾസ്, ബീവറേജ് റൂൾസ്, ഫോറിൻ ലിക്വർ റൂൾസ്, ഇതിന് വിധേയമായി മാത്രം നിയമപരമായി മാത്രമേ ഗവൺമെന്റ് മുന്നോട്ട് പോകൂ. അത് കേരളത്തിലെ കാര്യം. 4 സംസ്ഥാനങ്ങൾ പറഞ്ഞു, 3 ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. അവിടെ കോയാസിസ് എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ജിൻഡോയുടെ മറുപടി വന്നു അതിന്. അതെല്ലാം എഥനോൾ പ്ലാന്റിനുള്ള അനുമതിയാണ് എന്ന്. ഇല്ല, അല്ലല്ലല്ലല്ല, ഈ 5 സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിലും ഒയാസിസിന് അവരുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തത് കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഇത് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് ആണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അരുൺ ഡൽഹി മദ്യനയ കേസിൽ ഇതിന്റെ മുതലാളി നിങ്ങൾ അറിയാതെ ഹരിയാനയിലും പഞ്ചാബിലും കുടിവെള്ളം പോലും കുടിവെള്ളം മലിനമാക്കിയത് നിങ്ങൾ എന്തുകൊണ്ടാണ് അറിഞ്ഞില്ല? നിങ്ങൾ ലൈസൻസ് കൊടുത്ത കാലത്ത് സംസ്ഥാനം ഭരിച്ച സർക്കാർ ഏത് പാർട്ടിയുടെയാണെന്ന് നിങ്ങൾ അറിഞ്ഞു. അവരെല്ലാം നിർമ്മിക്കുന്നത് നിങ്ങൾ അറിഞ്ഞു. അവരവിടെ പരിസ്ഥിതി മലിനമാക്കി നിങ്ങൾ അറിഞ്ഞില്ല. അവർ മദ്യനയ കേസിൽ ജയിലിൽ കിടന്ന് നിങ്ങൾ അറിഞ്ഞില്ല. അത് നിങ്ങൾ എന്തുകൊണ്ട് അറിയാതെ പോയി? ഭരിച്ച സർക്കാരുകൾ ഏതാണെന്ന് കുടിവെള്ളം മലിനമാക്കിയത് അതുകൂടി പറഞ്ഞു. ഇതിൽ വരുന്ന വേസ്റ്റേജ് എന്ത് ചെയ്യും? ഒയാസിസും മന്ത്രിയും കൂടെ കൊണ്ടുപോകുന്ന അതാണ് മിസ്റ്റർ കാലിത്തീറ്റയായും കോഴിത്തീറ്റയായിട്ടും എല്ലാം വരുന്നത്. അല്ല, ഈ ജയിലിൽ കിടന്ന കഥ അറിഞ്ഞിട്ടില്ലേ? ജയിലിൽ കിടന്ന കഥ അറിഞ്ഞിട്ടില്ലേ അരുൺ? ജയിലിൽ കിടന്ന കഥ അറിഞ്ഞിട്ടില്ലേ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊന്നും വസ്തുതാവിരുദ്ധമാണ്. ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് കിട്ടിയ ഒരു അപേക്ഷ, അതിന്റെ പ്രാഥമിക അനുമതി കൊടുത്തിരിക്കുന്നു. ശരി, സമയം കഴിയുകയാണ്. എന്തായാലും ഫെബ്രുവരി 17-ാം തീയതി ഒരു തുറന്ന ക്ഷണക്കത്ത് MP രാജേഷ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഒരു സെക്കൻഡ്, സമയം കഴിഞ്ഞു. ഫെബ്രുവരി 17-ന് ഒരു തുറന്ന ക്ഷണക്കത്ത് എക്സൈസ് മന്ത്രി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ജോസഫ് സി മാത്യു ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഒരു തുറന്ന ക്ഷണക്കത്തായി MP രാജേഷ് കേൾക്കണം, സ്വീകരിക്കണം. അതിന് MP രാജേഷ് മറുപടി പറയണം. മറുപടി പറഞ്ഞില്ലെങ്കിൽ താങ്കൾ ഇടതുപക്ഷ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയല്ല, ഒയാസിസിന്റെ മന്ത്രിയായി അറിയപ്പെടും. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.